പ്രിയപ്പെട്ടവരെ നമസ്കാരം. പ്രതിദിനം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഏകദേശം പ്രതികാരം പരിപാടി ഒരു 200 എപ്പിസോഡാണ് പറയിട്ട് ഏകദേശം. അത്രയ്ക്കായി. യൂട്യൂബിൻ്റെ ചരിത്രത്തിൽ മലയാളത്തിൽ ഇല്ലാത്തൊരു സംഭവമാണ്. നമ്മൾ മലയാളത്തിൽ മാത്രമല്ല വേറെ ഏതെങ്കിലും ഭാഷയിലും ഉണ്ടാവുമെന്ന് നമുക്കറിയില്ല. മറിയം ജോർജ്, അജു സരിത ജഗ്മോൻ പഴം പ്രഥമൻ സൂപ്പർ. എൻ്റെ പ്രിയ സരിത കുട്ടി, ആര് പറഞ്ഞാലും ഇടയ്ക്കെല്ലാം പാട്ട് പാടണം കേട്ടോ. നിങ്ങളുടെ പാട്ടും തമാശയും പാചകവും എല്ലാം ഇഷ്ടം. നല്ല വീഡിയോസ്. കൺമതിപ്പ് എന്നാണ് ഞങ്ങൾ പറയുന്നത്. എന്ന് പറഞ്ഞാൽ കാണുമ്പോൾ ഉള്ള മതിപ്പ് വില, അതാണ് കൺമതി. കണ്ണിന് മതിപ്പ് ഉള്ള വില, അതാണ് കൺമതി. കൺമതി വിലയാണ് ഈ പിന്നെ നമ്മൾ കമ്മതി കണക്ക് പലരും കുറെ അതിനുള്ള അർത്ഥങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. എളുപ്പത്തിന് എല്ലാവരും കമ്മതി എന്ന് പറയുന്നതാണ്. ലവ് യു ആൻഡ് ഗോഡ് ബ്ലസ് യു ഓൾ. എനിക്ക് മനസ്സിലായി, അത് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. മുഖവില എന്ന് പറയില്ലേ, അത് ഒരു സാധനം കാണുമ്പോൾ നമ്മൾ പറയണ ഒരു വില. അടുത്തത് ഏകാന്തം ഈ തീരം. ജീവിതത്തിൽ ചില രുചികളുണ്ട്. അത് കേവലം നാവിലെ മുകുളങ്ങളെ ഉണർത്തുന്നവ മാത്രമല്ല, മറിച്ച് ഹൃദയത്തിൻ്റെ ഉള്ളറകളെ സ്പർശിക്കുന്നവയാണ്. നമ്മൾ ഒരുപാട് ദൂരങ്ങൾ താണ്ടി പലതരം ആഡംബരങ്ങൾ ആസ്വദിച്ചേക്കാം. എന്നാൽ ഒടുവിൽ മനസ്സിന് ശാന്തി നൽകുന്നത് ഏതോ ഒരു കൊച്ചു വീടിൻ്റെ അടുക്കളയിൽ നിന്ന് ഉയരുന്ന പരിചിതമായ മണമായിരിക്കും. അവിടെയാണ് അജൂസ് വേൾഡിൻ്റെ പ്രസക്തി. അജുചേട്ടനും സരിചേച്ചിയും ചേർന്ന് നമ്മുടെ മുന്നിലേക്ക് വെച്ച് നീട്ടുന്നത് വെറുമൊരു ഭക്ഷണ കാഴ്ചയല്ല, മറിച്ച് സ്നേഹത്തിൻ്റെ ഒരു വലിയ കടലാണ്. വലിയ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലെ തിളങ്ങുന്ന പ്രകാശത്തിനോ അവിടെ വിളമ്പുന്ന വില കൂടിയ വിഭവങ്ങൾക്കോ തരാൻ കഴിയാത്ത ഒന്നാണ് ഇവരുടെ വീഡിയോകളിലെ ലാളിത്യം. അവിടെ മിൽക്ക് ഷേക്കിൻ്റെ പുഴകളോ ആഡംബരത്തിൻ്റെ വലിയ പുകിലുകളോ ഇല്ല. പകരം നമ്മൾ കാണുന്നത് നാട്ടിൻപുറത്തിൻ്റെ നന്മയും ഒരു സാധാരണ കുടുംബത്തിൻ്റെ ആത്മാർത്ഥതയുമാണ്. അടുക്കളയിലെ ചെറിയ പാത്രങ്ങളുടെ കിലുക്കത്തിലും മൺകലത്തിൽ തിളയ്ക്കുന്ന കറിയുടെ സുഗന്ധത്തിലും ഒളിഞ്ഞിരിക്കുന്നത് പവിത്രമായൊരു സ്നേഹബന്ധമാണ്. സരിചേച്ചി വിഭവങ്ങൾ ഓരോന്നായി വിളമ്പുമ്പോൾ അതിൽ ഒരു അമ്മയുടെയോ ചേച്ചിയുടെയോ കരുതൽ നമുക്ക് അനുഭവപ്പെടും. ഒരു തുള്ളി പോലും കൃത്രിമത്വമില്ലാത്ത ആ പെരുമാറ്റം തന്നെയാണ് അവരെ നമ്മുടെ സ്വന്തം കുടുംബത്തിലെ അംഗങ്ങളെ പോലെയാക്കി മാറ്റിയത്. ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിക്കാൻ അറിയാത്ത, ക്യാമറയ്ക്ക് പിന്നിൽ നിന്ന് സ്നേഹത്തോടെ നിർദ്ദേശങ്ങൾ നൽകുന്ന അജുചേട്ടൻ്റെ ആ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക സുരക്ഷിതത്വമാണ്. ഭക്ഷണം എന്നത് കേവലം വയറു നിറയ്ക്കാനുള്ളതല്ല, അത് മനസ്സുകൾ തമ്മിൽ കോർത്തുണർത്തുന്ന ഒരു മാധ്യമമാണ്. അജൂസ് വേൾഡ് നമ്മളെ പഠിപ്പിക്കുന്നത് ഇതാണ്. ഓരോ വീഡിയോയും കണ്ടു തീരുമ്പോൾ ഉള്ളിലൊരു ചെറിയ കുളിർമ ബാക്കിയാകും. വലിയ ഹോട്ടലുകളിലെ കർട്ടനുകൾക്ക് പിന്നിൽ മറഞ്ഞിരിക്കുന്ന യാന്ത്രികതയല്ല ഇവരുടെ ലോകം, മറിച്ച് വിയർപ്പൊഴുക്കി അധ്വാനിച്ച് സ്നേഹത്തോടെ പാചകം ചെയ്ത് പുഞ്ചിരിയോടെ മറ്റുള്ളവർക്ക് വിളമ്പുന്ന ഒരു ശീലമാണ്. ഈ കാലഘട്ടത്തിൽ ഇത്രയേറെ ആത്മാർത്ഥതയോടെയും ലാളിത്യത്തോടെയും കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ഇവർക്ക് മാത്രമേ സാധിക്കൂ. സരിചേച്ചിയുടെ ആ ചിരിയുണ്ടല്ലോ, അത് കാണുമ്പോൾ തന്നെ പകുതി വിഷമങ്ങൾ മാറും. വളരെ ലളിതമായ ചേരുവകൾ കൊണ്ട് അവർ മാജിക് കാണിക്കുമ്പോൾ നമ്മൾ ഓർത്തു പോകുന്നത് നമ്മുടെയൊക്കെ ചെറുപ്പകാലത്തെ അടുക്കളകളെയാണ്. അമ്മമാർ ഉണ്ടാക്കി തന്നിരുന്ന ആ പഴയ രുചികളിലേക്ക് നമ്മെ കൈപിടിച്ച് നടത്താൻ അജുവേട്ടനും സരിചേച്ചിക്കും കഴിയുന്നുണ്ട്. പരസ്പരമുള്ള ബഹുമാനവും സ്നേഹവും ആ വീഡിയോകളുടെ ഓരോ ഫ്രെയിമിലും നിറഞ്ഞു നിൽക്കുന്നു. എത്രയൊക്കെ പുതിയ ട്രെൻഡുകൾ വന്നാലും, എത്രയൊക്കെ പുതിയ ആഹാര രീതികൾ നമ്മൾ ശീലിച്ചാലും, നാടൻ രുചികളോടുള്ള നമ്മുടെ പ്രണയം ഒരിക്കലും അവസാനിക്കില്ല. കാരണം അതിൽ നമ്മുടെ വേരുകളുണ്ട്. ആ വേരുകളെയാണ് അജൂസ് വേൾഡ് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. ആഡംബരങ്ങൾ തരാത്ത ആത്മസംതൃപ്തി ഈ കൊച്ചു ലോകം നമുക്ക് സമ്മാനിക്കുന്നു. ഇത് കേവലം ഒരു ചാനലിനെ കുറിച്ചുള്ള കുറിപ്പല്ല, ഇത് മനസ്സിൽ നിന്ന് മനസ്സിലേക്ക് ഒഴുകുന്ന ഒരു സ്നേഹപ്രവാഹമാണ്. അജുചേട്ടൻ്റെയും സരിചേച്ചിയുടെയും ഈ കൂട്ടുകെട്ട് ഇനിയും ഒരുപാട് നാൾ നമ്മളെ വിസ്മയിപ്പിക്കട്ടെ. ഇവരുടെ സ്നേഹവും ലാളിത്യവും ഒട്ടും ചോർന്നു പോകാതെ എന്നും നിലനിൽക്കട്ടെ. കാരണം ഈ ലോകത്ത് മാറ്റമില്ലാതെ തുടരേണ്ടത് ഇത്തരം നല്ല മനുഷ്യരുടെ നന്മയും അവരുടെ സ്നേഹം നിറഞ്ഞ രുചിക്കൂട്ടുകളുമാണ്. ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ നിങ്ങളുടെ ഈ കൊച്ചു കുടുംബത്തിൻ്റെ ഒരു വലിയ ആരാധകൻ. എന്റെ പൊന്നോ, ഇതിലും മാത്രം നമ്മളെ നീ ഉയർത്തി കാണിക്കാനില്ല. അതന്നെ മാക്സിമായി ഇത്രക്കൊക്കെ ഉണ്ടോ എന്നാണ് ഞങ്ങൾ ആലോചിക്കണം. ഇങ്ങനെയൊക്കെ പറയാൻ മാത്രല്ലേ എവറസ്റ്റിന്റെ ഉയരത്തില് എത്തി ഞങ്ങള്. സന്തോഷം. അടുത്തത് പൊന്നു. ഒരു ചാനലിലും കണ്ടിട്ടില്ല ഇതുപോലെ പ്രതികരണ പരിപാടി. പണ്ട് ദൂരദർശൻ ചാനലിൽ ഉണ്ടായിരുന്ന ഓർമ്മ വന്നു. സൂപ്പർ. ഞാൻ ഈ അടുത്താണ് നിങ്ങളുടെ ചാനൽ കാണാൻ തുടങ്ങിയത്. ദോഷം പറയരുതല്ലോ, അഡിക്റ്റായി എന്ന് പറഞ്ഞാൽ മതി. ഓരോ ദിവസം എണീക്കുമ്പോൾ നിങ്ങളുടെ ചാനലിൽ നിന്നാണ് ഒരു ദിവസം തുടങ്ങുന്നത്. പിന്നെ അടുക്കളയിൽ കൊണ്ടുപോയി വെച്ച് പഴയ വീഡിയോസ് എല്ലാം എടുത്ത് കാണുന്നു. ഇതാണ് പരിപാടി. ഒത്തിരി സ്നേഹം സഹോദരങ്ങളെ. വളരെ സന്തോഷം. അടുത്തത് ആനി.
നൈസ് വീഡിയോ, ലവ് ദ കമൻസ് വീഡിയോ. സരിത, ഹൗ ആർ യുവർ പാരൻസ് ഡൂയിങ്? പ്രേയിങ് ദേ ആർ ഡൂയിങ് ബെറ്റർ, ടേക്ക് കെയർ. അച്ഛനമ്മയ്ക്കും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അച്ഛൻ്റെ കാലിൻ്റെ തള്ളവിരലിൻ്റെ താഴെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് പൊട്ടിയെന്ന്, അത് പഴുക്കുണ്ടായിരുന്നു. അത് അന്നേ ഡോക്ടറുടെ അടുത്തേക്ക് പിന്നെ പോവാന്ന് പറഞ്ഞിട്ട് അച്ഛൻ സമ്മതിക്കാണ്ട് ഇരുന്നിരുന്ന് പിന്നെ വേദനയൊക്കെ കൂടി ചെരുപ്പ് ഇടാൻ പറ്റണില്ല. അത് കാരണം പുറത്തേക്ക് പോകാനും പറ്റണില്ല അച്ഛന്. അപ്പോൾ പോയിട്ട് അത് ക്ലീൻ ചെയ്ത് ഡ്രസ്സ് ചെയ്ത് ഇപ്പം അത് ഉണങ്ങി വരുന്നുണ്ട്, ഉഷാറായിക്കൊണ്ടിരിക്കുന്നു. ജെസ്സി ടാർസസ്, കമൻറ്റ് വായനയും അതിനിടയ്ക്ക് നിങ്ങളുടെ കഥകളും തമാശകളും എല്ലാം കേട്ട് ചിരിച്ചും അടുത്തു. എല്ലാവരും ഇടുന്ന കമൻറ്റുകൾ അതിൻ്റെ രീതിക്ക് സരിത വായിക്കുമ്പോൾ അത് കേട്ടിരിക്കാൻ നല്ല രസമാണ്. ഈ ആഴ്ച കമന്റ് കണ്ടമാനെന്ന് പറഞ്ഞാൽ കണ്ടമാനാ. ഓ, ഇന്ന തന്നെ കസേരയിലും കൂടി അല്ലേ ഇരിക്കണം, തിണ്ണാമിലിരിക്കണം, പുറം കളച്ചൊരു പരുവും. അത് ഇടയ്ക്ക് ഇങ്ങനെ വരും, പിന്നെ ഓർമ്മ വരുമ്പോൾ നിവർന്നിരിക്കും. ഹണി സന്തോഷ്, ചേച്ചി എന്നെ ഓർമ്മയുണ്ടോ? അബദ് ഹോട്ടലിൽ വെച്ച് ഒരു പാട്ട് പാടിയ കുട്ടി ഹണി, ഓർമ്മയുണ്ട്? കോട്ടയം കുമരകത്ത് പോയി ഞങ്ങള് സബ്സ്ക്രൈബേഴ്സിന്റെ മീറ്റപ്പ് ഉണ്ടായിരുന്നു 2021 കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ ഒരു മീറ്റപ്പ് ഉണ്ടായിരുന്നു. ആ മീറ്റപ്പില് ഞങ്ങൾ പോയി. അന്നാണ് നമ്മൾ കുറേ യൂട്യൂബേഴ്സിനെയൊക്കെ കാണുന്നത് അല്ലേ ആദ്യമായിട്ട്. അങ്ങനെ അവിടെ വെച്ചിട്ട് പിന്നെ കുറേ പേരെ കണ്ടു. അപ്പം ആ ഹോട്ടലിൽ വർക്ക് ചെയ്യണ കുട്ടിയാണ് ഹണി. അപ്പം ഹണിയുടെ ഒരു പാട്ട് അവിടെ വെച്ച് നമ്മൾ കേട്ടു. അപ്പോൾ നമ്മൾ കേട്ടപ്പോൾ നമ്മൾ ആ കുട്ടീനെ കൊണ്ടൊരു പാട്ടും കൂടി പാടിപ്പിച്ചു നമ്മുടെ വീഡിയോയിൽ. അപ്പോൾ ഹണിക്കൊരു ചാനലുണ്ടായിരുന്നു. അപ്പോൾ ആ ചാനലിൽ ആ കുട്ടി ഇങ്ങനെ പാട്ടുകളാണ് മാത്രമാണ് ഇടുക. അപ്പോൾ നമ്മൾ കേട്ടപ്പോഴേ എന്തൊരു രസമായിട്ട് ആ കുട്ടി പാടണേ. അപ്പം അങ്ങനെ നമ്മൾ കമന്റിട്ടേക്കാണ് ഓർമ്മയുണ്ടോ ചോദിച്ചിട്ട് നമ്മൾ നമ്മുടെ വീഡിയോയിൽ ആ കുട്ടീനെ കൊണ്ട് പാട്ട് പാടിപ്പിച്ച് പറഞ്ഞു ചാനലിൻ്റെ ലിങ്ക് ഇതാണ്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോളൂ എന്ന് പറഞ്ഞ് പെട്ടെന്ന് ആ കുട്ടിക്ക് സബ്സ്ക്രൈബേഴ്സും കുറേ വന്നു. അങ്ങനെ അടുത്തത് ഷൈജ നായർ, ഞാൻ എന്നും നിങ്ങളുടെ വീഡിയോ കാണാറുണ്ട് കേട്ടോ. ടി വിയിലായതുകൊണ്ടാണ് കമൻറ്റ് ഇടാത്തത്. ഇന്ന് ഫോണിൽ കണ്ടപ്പോൾ കമൻറ്റ് ഇട്ടതാണ്. എല്ലാ വീഡിയോസും ഇഷ്ടം. അയാൻ ഡിലൂഫി 3:58 ദേ ഈ ഡയലോഗ് ഇപ്പം അമ്മയുടെ വായിന്ന് കേട്ടിട്ട് വരുന്നേ ഉള്ളൂ. ഞാൻ 3:58 പറഞ്ഞത്. ഈ അമ്മമാരൊക്കെ ഒരു സോഫ്റ്റ്വെയറിലാണ് വർക്ക് ചെയ്യുന്നത് എന്നാണ് തോന്നുന്നേ. ഞാൻ പറഞ്ഞത് ആ സമയത്ത് ഞാൻ പറയണത് വെച്ചിട്ടുണ്ടെങ്കിൽ ജഗ്ഗുവിനെ കുറിച്ചിട്ടാണ്. ജഗ്ഗു ആക്റ്റീവ് അല്ല, ഇങ്ങനെ ഒരു പണിയും കണ്ടറിഞ്ഞ് ചെയ്യില്ല എന്നൊക്കെയാണ് പറയണേ. അപ്പം അത് അവന് കേട്ടുള്ളൂന്ന്, അവൻ്റെ അമ്മയുടെ വായിന്ന്. സുഹ്റൈസിയസ്, ഹായ് സരിത, അജുവേട്ടാ നമസ്കാരം. കമൻറ്റ് വായന സൂപ്പർ, പക്ഷേ എൻ്റെ കമൻറ്റ് വായിച്ചില്ലെന്ന് സങ്കടമുണ്ട്. എന്നാലും വായിച്ചത് നന്നായിട്ടുണ്ട്. പിന്നെ സരിത ഇന്നിട്ട കുപ്പായം സൂപ്പർ. വിനോദിനി കെ പി, നിങ്ങൾക്ക് പളനിയായിട്ട് അഭിനയിക്കാൻ ആളെ കിട്ടിയോ? ഞാൻ വരുമായിരുന്നു, അഭിനയിക്കാനല്ല, നിങ്ങളെ കാണാനും റിഹേഴ്സൽ കാണാനും. കിട്ടി പളനിയായിട്ട് അഭിനയിക്കാൻ കിട്ടി. ബിന്ദു പ്രസാദ്, നെത്തോലി ക്ലീൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന ഞാൻ പെട്ടെന്ന് എൻ്റെ കമൻറ്റ് വായിച്ചത് കേട്ടപ്പോൾ രോമാഞ്ചം വന്നു മക്കളെ. താങ്ക്സ് അജു സരിത. സന്തോഷം. മായാദേവി, അജുവേ ഞാനാണ് മായാദേവി ട്ടോ, സരിതയെ പൊക്കി പറഞ്ഞതല്ല ട്ടോ. അജുവിൻ്റെ മാസ്റ്റർ ബ്രെയിൻ ആണല്ലോ വീഡിയോ. ജോലിക്ക് പോകുന്നതുകൊണ്ട് രാത്രിയാണ് വീഡിയോ കാണുന്നത്. എന്താണെന്ന് അറിയില്ല. എൻ്റെ കുടുംബമാണ് നിങ്ങൾ. അത്രയ്ക്ക് ഇഷ്ടമാണ് വീഡിയോ കണ്ടൻറ്റ്. അതുപോലെ ക്യാമറ എഡിറ്റിംഗ് എല്ലാം സൂപ്പറാണ്. മാത്രമല്ല നമ്മൾ സാധാരണ സംസാരിക്കുന്ന പോലുള്ള സംസാരമാണ് വീഡിയോയുടെ ഹൈലൈറ്റ്. ഒരുപാട് ഇഷ്ടം. കോമഡിയും പാട്ടും എല്ലാം ഉണ്ട്. നിങ്ങൾ 3 പേരും പ്രിയപ്പെട്ടവരാണ്. അജു വിഷമിക്കേണ്ട കേട്ടോ, എന്തോ ഇഷ്ടമാണ് നിങ്ങളെ. ഭയങ്കര സന്തോഷമായി. അടുത്തത് കേരള ഇന്ത്യ. അല്ലേലും അജു ചേട്ടായിയെയും സരിതേച്ചിനെയും ജഗ്ഗുക്കുട്ടനെ ഇഷ്ടമാണ്. എൻ്റെ ചേട്ടൻ ചേച്ചി എൻ്റെ കൊച്ച് ഒക്കെയാണ് ഈ ചേട്ടായിയും ചേച്ചിയും. സന്തോഷം. മനോഹരമായ കമന്റുകളാണ്. ഷർമിള ദേവി, എനിക്കൊരു ഡോഗുണ്ട്. കോവിഡ് ടൈമിൽ കിട്ടിയതാണ്. ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോ വണ്ടിയുടെ സൗണ്ട് കേട്ടാൽ ഓടി വരും. പിന്നെ റോഡിലൂടെ ആരെയും പോകാൻ സമ്മതിക്കില്ല. ഞാൻ ജോലിക്ക് പോയി കഴിഞ്ഞാൽ അവള് ഗേറ്റിന്റെ അവിടെ ഇരിക്കും, ആരെയും ഒന്നും ചെയ്യില്ല. പക്ഷെ ഞാൻ ജോലി കഴിഞ്ഞ് വന്നാൽ പിന്നെ അവൾക്ക് കുറച്ച് അഹങ്കാരം കൂടുതലാണ്. നമ്മളെ കാണിക്കണല്ലോ, ഞാൻ വീട് കാവലൊക്കെ ഉണ്ടിട്ടാ, അതേ ആൾക്കാരെ വരുമ്പോ കുരക്കുണ്ട് എന്നൊക്കെ. നമ്മള് പോയാ പിന്നെ ഇത് ആരെ കാണിക്കാനാ? നീ ചാർലിക്കിന്റെ സ്വഭാവം നമ്മളെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കിടന്ന് കാട്ടിക്കൂടണ കണ്ടാ മതി. മറ്റോനപ്പൊ ചാർലിനെ നോക്കിയിരിക്കും. ആൾക്കാര് വന്ന് നിക്കണേ നോക്കിയിട്ട് ചാർലി ഉരയ്ക്കണം. പക്ഷെ ഇമ്രാൻ നോക്ക ചാർലിനെ, ഇയാൾക്ക് എന്തിട്ടീ കാണിക്കണ ഈ സാധനം. ആള് ശാന്തനായിട്ട് അവിടെ ഇരിക്കും. പക്ഷെ ആളുകൾ കണ്ടാ പേടിക്കും ഇമ്രാനെയാ.
ശ്രീജിത്ത് SK, സരിതേച്ചി ഈ വീഡിയോ ക്യാപ്ഷൻ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോക്ക് ഇട്ട കമന്റാണ്. മനോരമ 50,000. എത്ര കല്യാണാലോചനകൾ വന്നതാ. അതെ. ഈ വീഡിയോയിൽ എൻ്റെ മെസ്സേജും വായിച്ചു. ഉണ്ണിയപ്പത്തിന്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ അമ്മയാണ് സത്യം, അജു ഏട്ടൻ ആ തേങ്ങാക്കൊത്തുകൂടി ഇട്ട് അരയ്ക്കുമെന്ന് തോന്നി. അങ്ങനെ തന്നെ സംഭവിച്ചു. ACC ബ്ലോക്ക് വെച്ചത് നന്നായി, സൂപ്പർ. വളമൊക്കെ ഇട്ട് ചെടികളെ ഗംഭീരമാക്കി എടുക്കാം. അതുപോലെ ഇനി മുതൽ ACC ബ്ലോക്ക് വെച്ച ഏരിയ ക്ലീൻ ചെയ്യുമ്പോൾ ആ ചപ്പൊക്കെ വാരി ആ ബ്ലോക്കിലേക്ക് വെക്കാം. 3 വർഷമായി ഞാൻ വെജിറ്റേറിയൻ ആണ്. എനിക്ക് ആ മുട്ട, മീൻ, ഇറച്ചി ഇതൊന്നും ഇപ്പോൾ കാണുന്നത് പോലും ഇഷ്ടമല്ല. ഞാൻ നിങ്ങളുടെ കുക്കിംഗ് വീഡിയോ ചെയ്യുന്നത് നിങ്ങളോടുള്ള ഇഷ്ടവും നിങ്ങളുടെ സംസാരവും കേൾക്കാൻ മാത്രം. നിങ്ങളുടെ വീഡിയോ ക്വാളിറ്റി ഗംഭീരമാണ്, സൂപ്പർ ക്വാളിറ്റി വീഡിയോസ്. ആ വീഡിയോസ് എടുക്കുന്ന ആളുടെ ഗുണമാണോ അതോ പ്രോ ക്യാമറയുടെ ഗുണമാണോ? അല്ല, വീഡിയോ എടുക്കണതിൻ്റെയും ഗുണം ഉണ്ടാവും. പിന്നെ നമ്മുടെ ഫോൺ ഉപയോഗിക്കണ ഫോൺ നല്ലതാണല്ലോ. iPhone 17 Pro Max ആണ് ഉപയോഗിക്കുന്നത് നമ്മൾ. ആദ്യം സാംസങ് S23 അൾട്രയിലായിരുന്നു. S23 അൾട്രയിൽ എടുക്കണത് എനിക്കിഷ്ടം. കാരണം അതിലെടുക്കുമ്പോൾ നമ്മളെ കാണത്തിലൂടെ ഭംഗി കൂടുതലാണ്. ഇതിൽ കറക്റ്റ് പോലെ വരും നമ്മള്. അതായത് ഇതില് കുറച്ച് നാളായിട്ട് എന്നെ ഭംഗിയില്ലല്ലോ കാണാൻ. എന്താ വെച്ചാൽ ഇതിലെടുക്കണ കാരണം ഇതില് ശരിക്കുള്ള മുഖം വരാം. പിന്നെ പുളിയാണ് എങ്കിലും ഓറഞ്ച് മറ്റേതെങ്കിലും ഫ്രൂട്ട്സിൻ്റെ കൂടെ അടുക്കി, ക്യാരറ്റിൻ്റെ കൂടെ അടുക്കി. വീട്ടിൽ ഒരു ചെടി വളർന്നു കിട്ടാൻ പാടല്ലേ, അതുകൊണ്ട് പറയുന്നതാണ്. അതെ, അത് കളയണില്ല, ഒരെണ്ണത്തിനാണ് നിർത്തിയിട്ടുണ്ട് നമ്മൾ. റിഹാൻ, സരിതയുടെ സ്വഭാവം വീട്ടിലെ പോലെ തന്നെ ക്യാമറയുടെ മുന്നിലും പറയേണ്ടതെല്ലാം പറയും. അല്ലാതെ അജുവേട്ട എന്നും പറഞ്ഞ് കൊഞ്ചിയ വർത്തമാനമില്ല. എല്ലാ ചാനലുകളും കാണുന്നതാണ്. ദീജ കുന്നിക്കോട്. അത് കുറേ എന്താ പറയുക, കുറേ ചാനലുകളിൽ അങ്ങനെ കണ്ടിട്ടേ ആളുകൾക്ക് നമ്മുടെ ചാനൽ കാണുമ്പോൾ പെട്ടെന്ന് ഇതെന്തിങ്ങനെ തോന്നും. ആദ്യമായിട്ട് കാണുന്നവരും പിന്നെ പണ്ടൊക്കെ എനിക്ക് നല്ലോണം നെഗറ്റീവ് കമൻസ് വരും. എത്ര കമൻസാണ് വരാമെന്നറിയോ? അപ്പം എനിക്ക് മനസ്സിലായത് എന്തിനാ ആളുകൾ ഇങ്ങനെ പറയണേ. ഞാൻ കാണുമ്പോൾ എല്ലാ വീട്ടിലും സാധാരണ ഭാര്യ ഭർത്താക്കന്മാർ ഇങ്ങനെ തന്നെയാണ്. എല്ലാവരും അയ്യോ അങ്ങനെയല്ലേ ചേട്ടാ, ഇങ്ങനെയല്ലേ ചേട്ടാ എന്ന് വെച്ചാൽ മയങ്ങി അങ്ങനെ കൊഞ്ചി നിൽക്കണതൊന്നും നമ്മളെവിടെയും കാണുന്നില്ലേ. നമ്മളെല്ലാ വീട്ടിലും കാണുന്നതൊക്കെ നമ്മളെങ്ങനെ അതേപോലെ തന്നെയാണ് എല്ലാവരും. എന്നിട്ട് ഇഷ്ടപ്പെടാത്ത കണ്ടാൽ പറയും അങ്ങനെ. പക്ഷെ ക്യാമറയുടെ മുന്നിൽ എല്ലാവരും അങ്ങനെ കണ്ടിട്ടേ ആളുകൾക്ക് വീഡിയോകൾ മറ്റുള്ള യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസ് കണ്ട് നമ്മുടെ പെട്ടെന്ന് കാണുന്നേ ഇതെന്ത് ഈ പെണ്ണുമ്പിള്ള ഇങ്ങനെയൊക്കെ പറയണത് ഈ പാവം മനുഷ്യനെ എന്ന് തോന്നുക. നെവിൻ ഫെർണാണ്ടസ്, നമസ്കാരം. കുട്ടിക്കാലത്തിന്റെ ഓർമ്മകളിൽ മാത്രമുള്ളതാണ് തേങ്ങാ ചമ്മന്തി അരച്ച കല്ലിലിട്ട് പുരട്ടിയ ചോറ്, മീൻ വറുത്ത ചീനച്ചട്ടിയിലിട്ട് വരട്ടിയ ചോറ്. അയ്യോ അതെ. വൈകുന്നേരങ്ങളിൽ മീൻകറിയുടെ ചട്ടിയിൽ അവിയലും ചേർത്ത് കുഴച്ച് മൃഷ്ടാംഗം കഴിക്കുന്ന മനോഹരമായ കാലം. ഇപ്പോൾ അരകല്ലുള്ള വീടുകൾ വളരെ ചുരുക്കമാണ്. ഉണ്ടെങ്കിൽ തന്നെ ഒരു പുരാവസ്തു പോലെ അവിടെ ഉണ്ടാവും. ആരും ഉപയോഗിക്കില്ല. ചീനച്ചട്ടി പോയി, ഫ്രൈം പാനായി. ഞാൻ ഇന്ന് ഗൾഫിൽ മണലാരണ്യത്തിൽ ഒരു പ്രവാസിയായി. പക്ഷെ കറിച്ചട്ടി ഞാൻ വിട്ടിട്ടില്ല കേട്ടാ. ഇന്നലെ തീർന്ന മീൻകറിയുടെ ചട്ടി കഴുകാതെ അങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇന്ന് രാവിലെ ചൂട് ചോറ് അതിലിട്ട് കുഴച്ച് ഉച്ചക്കത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. കൂടെ ബീട്രൂട്ട് തോരനും. ജോലി സ്ഥലത്തേക്ക് കൊണ്ടുവന്നേക്കാണ്. പക്ഷെ ആ ചട്ടി തന്നെ ഡയറക്റ്റ് കഴിക്കണം. ചട്ടിയും കൊണ്ട് ഓഫീസിൽ വരാൻ പറ്റില്ലല്ലോ അല്ലേ. സരിതേ, കോഴികളെ നമ്മൾ അതിൻ്റെ കൂടെ എപ്പോഴും എന്തെങ്കിലും പറയുകയും ഫുഡ് കൊടുക്കുകയും അതിന് പ്രത്യേക സൗണ്ട് ഉണ്ടാക്കി വിളിക്കുകയോ ഒക്കെ ചെയ്താൽ അത് നമ്മളോട് ഭയങ്കര റെസ്പോൺസ് കാണിക്കും. പട്ടികളുടെ അത്ര ഇൻട്രാക്ട് ചെയ്യാൻ അവർക്ക് കഴിയില്ലെങ്കിലും അങ്ങോട്ട് നമ്മൾ ഇടപഴകിയാൽ അതുങ്ങളും തിരിച്ച് നല്ല രീതിയിൽ തന്നെ നമ്മളോട് റെസ്പോണ്ട് ചെയ്യുന്ന സ്നേഹം പ്രകടിപ്പിക്കുന്ന ജീവികൾ തന്നെയാണ്. അതെ, കോഴികൾ ഒരാൾ അയാളുടെ വീട്ടിലത്തെ ഒരു കോഴിച്ചാത്തം കണ്ട അയാളെ പീടിയെ പോകേണ്ട സൈക്കിളിൻ്റെ ബാക്കിൽ കയറി ഇറങ്ങിയിരിക്കും. പോയിട്ട് വരുമ്പോഴും ഒപ്പം കൂടി ഉണ്ടാവും. അതൊരു ശീലമായിട്ട് പഠിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേണ്ടും കുറേ ഇതാവും. നായ്ക്കളെ പോലെ നായ്ക്കളെ അത്രയ്ക്ക് ഉണ്ടാവില്ല, എന്നാലും അത്യാവശ്യം അവർ വീട് കാവലിനൊക്കെ അടിപൊളിയാണ്. നല്ല കാറ്റ്. അടുത്തത് പ്രമീള ദേവദാസൻ. അജുവേട്ടാ, സരിത, ജഗ്ഗു, നമസ്കാരം. നമസ്കാരം. സത്യമാണ് ആളുകൾ പറയുന്നത് നിങ്ങളുടെ വീഡിയോ കണ്ടാൽ മടുക്കില്ല എന്ന്. രാവിലെ ഇത് കണ്ടാലൊരു സമാധാനം ഉള്ളൂ. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പണികൾക്കിടയിലും കാണും. അജുവേട്ടൻ്റെ സംസാരം കേട്ട് ഒറ്റയ്ക്ക് ചിരിക്കും. ഏട്ടനും മോനും പോയാൽ ഞാൻ ഒറ്റയ്ക്കാണ്. മുടക്കമില്ലാതെ കാണുന്ന ഒരേ ഒരു ചാനൽ നിങ്ങളുടേതാണ്. ഒത്തിരി ഇഷ്ടത്തോടെ, പ്രമീള രണ്ടത്താണി. അടുത്തത് രഹീന ഒഫീഷ്യൽ. ഞാനും ഇതുപോലെ നിങ്ങളുടെ വീഡിയോസ് ഡെയിലി കാണുന്ന ആളാണ്. അപ്പോൾ എൻ്റെ മോൻ ചോദിക്കും, ഉമ്മയ്ക്ക് ഇവരുടെ വീഡിയോസ് കണ്ടില്ലെങ്കിൽ ഉറക്കം വരില്ലേ എന്ന്. അടുത്തത് പ്രീതി ജോണി.
I'm watching your പ്രതികരണം program now. I was watching your channel for long time. Then I introduced to my mom. She was watching your channel every day. She passed away in the last November. Her birthday was yesterday. When you read a comment about one girl and she lose her mom recently, suddenly tears coming from my eyes. Ayyo. I watch your channel every day like watching a serial every day. Best wishes, Jaggu, for your start of a new journey. കഴിഞ്ഞ കമൻറ്റുമായി നമ്മൾ തുടങ്ങിയത് തന്നെ അമ്മ കാണാറുള്ളത് ഒരു മോള് എഴുതിയിട്ടല്ലേ, 2 മാസം മുന്നേ അമ്മ മരിച്ചുപോയി എന്ന് പറഞ്ഞിട്ട്. അപ്പം അതുപോലെ തന്നെയാണ് ഈ പ്രീതി ജോണി എന്ന് പറഞ്ഞ പെൺകുട്ടിയും പറഞ്ഞാണ്. അപ്പോൾ അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തിട്ട് അമ്മയും നമ്മുടെ വീഡിയോ എന്നും കാണുന്നതാണ്. അപ്പം കഴിഞ്ഞ നവംബറിൽ മരിച്ചുപോയി അമ്മ. അങ്ങനെ. അടുത്തത് ഡാലിയ ദിവാകരൻ. പതിവ് പോലെ ഇന്നും നമുക്ക് അവഗണന, വെറുതെ പ്രതീക്ഷിച്ചു. പോട്ടെ, എൻ്റെ സമയം ശരിയല്ല എന്ന് തോന്നുന്നു. അച്ഛനും അമ്മയ്ക്കും ഒരു ഇലക്ട്രിക് കാർ ഉണ്ടല്ലോ, കോമറ്റ്, അത് വാങ്ങിക്കൊടുക്ക്. നല്ലതല്ലേ, ഒത്തിരി വില ഒന്നുമില്ല, സേഫായി പോവാലോ. പക്ഷെ കോമറ്റിന്റെ ഒപ്പം ഒരു ഡ്രൈവറും കൂടിയും കൊടുക്കേണ്ടി വരും, അച്ഛന് വണ്ടി ഓടിക്കാൻ അറിയില്ല. അച്ഛനെ പുറത്തെത്തിയിട്ട് അമ്മേരൊപ്പം ആ ഡ്രൈവറും അമ്മയും കൂടിയിട്ട് പോവും. രണ്ടുപേർക്ക് ഇരിക്കാൻ പറ്റില്ല. പിന്നിൽ സ്ഥലമൊന്നുമില്ല, പിന്നിൽ കുറെ സാധനങ്ങൾ വെക്കാൻ പറ്റില്ല. നമ്മള് കണ്ടില്ലേ മറ്റേ ചേട്ടൻ പ്രിയ ചേച്ചിയുടെ മറ്റേ കടലാസ് പൂ എന്ന് പറഞ്ഞ അവിടേക്ക് പോയപ്പോ കണ്ടില്ലേ, ബാക്കിൽ സീറ്റ് ഉണ്ട്. കുട്ടികൾക്ക് ഇരിക്കാനേ പറ്റുള്ളൂ എന്ന് മാത്രം, വലിയവർക്ക് ഇരിക്കാൻ പറ്റുമോ? അപ്പൊ അതുകൊണ്ട് പിന്നെ അത് നമുക്ക് താങ്ങില്ല. കോമറ്റ് എനിക്ക് നല്ല ഇഷ്ടമുള്ള വണ്ടിയാ കാണാൻ. ഞാൻ ചേട്ടനോട് ഇടയ്ക്കിടയ്ക്ക് പറയാം നമുക്കത് വെറുതെ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോവാന്ന് പറഞ്ഞിട്ടേ. എന്നിട്ട് പിന്നെ അവിടെ കടലാസ് പൂവിന്റെ അവിടെ ആ വണ്ടി കണ്ടപ്പോഴാണ് പറഞ്ഞു ഓടിച്ചു നോക്കിയോന്ന്. നമ്മുടെ കാറിന്റെ ലോൺ തന്നെ പേടി കഴിഞ്ഞിട്ടില്ല, അത് കഴിഞ്ഞിട്ട് ആവാം. ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ കാശ് കൊടുക്കണ അല്ല, വാങ്ങിക്കുകയാണെങ്കിൽ തന്നെ. ആര് വാങ്ങിക്കണു? ഇടി കിട്ടും ചേട്ടന് വാങ്ങിക്കാൻ നോക്കി കഴിഞ്ഞാ. ഇപ്പൊ ചേട്ടൻ പറഞ്ഞില്ലേ വണ്ടിയുടെ അടവ് വീടിയിട്ടില്ലാന്ന്. എന്നിട്ട് ഇപ്പൊ എങ്ങടെങ്കിലും പോണെങ്കിയ പറയും ഊബർ വിളിച്ചാൽ മതി. എറണാകുളത്തേക്ക് പോകേണ്ട കാര്യം പറഞ്ഞപ്പോഴും അപ്പൊ പിന്നെ എവിടെയാ ബ്ലോക്ക് ഇല്ലാത്തത്? ബ്ലോക്ക് ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഈ പാലക്കാട് കീലക്കാട് ഇങ്ങനെയൊക്കെ പോകുമ്പോ എന്താ പാലക്കാട് എന്ന് പറയുമ്പോ എന്തൊരു വില ഇല്ലാത്തത്? അല്ല, അവിടേക്ക് അത്ര ബ്ലോക്ക് വരില്ലല്ലോ. വരും, എവിടേക്കൊക്കെ ബ്ലോക്ക് വരും. തൃശ്ശൂർ ടൗണിലേക്ക് കിടക്കാൻ പറ്റില്ല വണ്ടി കൊണ്ടിട്ട് പോ. ദർശന പ്രദീപ്. സരിത ലവ് യു ലവ് യു ലവ് യു ലവ് യു. എല്ലാ പാട്ടും നന്നായി പാടി, എന്നാലും മലർക്കൊടി പോലെ പാടിയതിന് ഒരുപാട് ഇഷ്ടം. ഞാൻ കുറേ മുന്നേ ഈ പാട്ട് പാടുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. വൺ ഓഫ് മൈ ഫേവററ്റ് സോങ് ആണ്. സെക്കൻഡ് ടൈം റിക്വസ്റ്റിൽ അന്ന് 4 വരി പാടിയിരുന്നു, ഇന്ന് കൂടുതൽ കേൾക്കാൻ സാധിച്ചു. അത് ഞാൻ പാട്ടുകൾ ഇങ്ങനെ വെക്കണേൽ എപ്പോഴും വെക്കണ പാട്ടും കേൾക്കണ പാട്ടും പാടണ പാട്ടൊക്കെയാണ്. ചേട്ടനും അതെപ്പോഴും പാടി നടക്കണ പാട്ടാണ് മലർക്കൊടി പോലെ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. അടുത്തത് ഷാജിദ നബിൽ. നല്ല അടിപൊളിയായിരുന്നു ഇന്നത്തെ വീഡിയോ. സരിതയുടെ പാട്ട് അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ട് കേൾക്കാൻ. പിന്നെ അധികം തിക്കും തിരക്കും ബഹളങ്ങളും ഇല്ലാതെ രണ്ടുപേരുടെയും സംസാരവും കറി ഉണ്ടാക്കുന്നതും നല്ല സന്തോഷം തോന്നുന്നൊരു വീഡിയോ. അടുത്തത് ഷാജിയോ റിയൽ ലൈഫ്. സരിത ആ പഴയ പാട്ടുകൾ പാടിയത് കേട്ടപ്പോൾ ഒരു നൊസ്റ്റാൾജിക് ഫീൽ. ഞാനൊക്കെ പാട്ടുകൾ പാടി നടന്ന കാലങ്ങളിലേക്ക് പോയി. ബ്യൂട്ടിഫുൾ സോങ്സ്. കോഴിക്കറി കണ്ടപ്പോൾ സൂപ്പർ ആണെന്ന് തോന്നി. നിങ്ങൾക്ക് വാരിത്തരാൻ ഒരാളുണ്ടല്ലോ. എനിക്ക് ഒരു അമ്മിക്കല്ലുണ്ട്, അതിൽ അരച്ചാൽ എപ്പോഴും കല്ല് കടിക്കും. എന്ത് ചെയ്യണം എന്നറിയില്ല, പറഞ്ഞു തരുമോ? ജഗ്ഗുവിൻ്റെ ആദ്യ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു? ലവ് യു ഗൈസ്. റിപ്ലൈ കൊടുത്തിട്ടുണ്ട്, കല്ല് മൂപ്പില്ലാത്തതുകൊണ്ടാ. കാരണം എന്താ വെച്ചാൽ നമ്മൾ വീട് പണിതപ്പോൾ നമ്മളുടെ വീട്ടിന്റെ വർക്ക് ഏരിയയിൽ ഒരു അമ്മിത്തറയൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളും അമ്മിക്കല്ലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് തുടക്കമൊക്കെ എനിക്ക് ഈ അമ്മി മരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമായ കാരണം കൊണ്ട് ഞാൻ അമ്മി മരച്ചിട്ട് ആ കൂട്ടാൻ വെച്ച് തുടങ്ങുന്നത് നമ്മുടെ വീട്ടില്. നമ്മൾ വീട് മാറി 2008. അപ്പൊ എന്തുണ്ടെന്നറിയോ, എല്ലാ ദിവസവും ഈ മണ്ണ് കടിക്കുക. അപ്പൊ പിന്നെ എന്തുട്ടാ ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇനി മനസ്സിലായി കല്ലരിഞ്ഞ് ചേരണതാണ്, മനസ്സിലായി. അപ്പോൾ നമ്മൾ നാളികേരം അരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നാളികേരം വെള്ളത്തിൽ കലക്കി ഇങ്ങനെ ആക്കിയിട്ട് അതിൻ്റെ മേലെ ഭാഗം മാത്രം ഒഴിക്കുള്ളൂ, അടിയിൽ ഊറണത് ഒഴിക്കില്ല. അപ്പം നോക്കുമ്പോഴാണ് അടിയിൽ നിറച്ച് മണ്ണ് അരക്കാണ്ടായി. പിന്നെ ഈ അമ്മി എന്ന് പറയണത് തറവാട് വീട് പൊളിച്ച് കളഞ്ഞപ്പോ അമ്മിയും ആട്ടുകല്ലൊക്കെ കളഞ്ഞു. അത് ചേട്ടൻ എടുത്തുകൊണ്ടൊന്ന് ഇവിടെ വെച്ചതാണ് ഈ അമ്മിയും ആട്ടുകല്ലൊക്കെ. അപ്പൊ ഇതിന് നല്ല മൂപ്പുണ്ട്, അതാണ് കുഴപ്പമില്ല. മൂപ്പ് കുറയുമ്പോഴാണ് ഇത് പൊടിയുന്നത്, അരഞ്ഞു ചേരണേ.
പിന്നെ ജഗ്ഗുവിന്റെ ക്ലാസ്സൊന്നും കുഴപ്പമില്ല, ആ, ആളിപ്പോ നല്ല ഇൻട്രസ്റ്റ് ആണ്, അന്നത്തെ വിഷയങ്ങൾ പഠിക്കുന്നുണ്ട്, പെട്ടെന്ന് പഠിച്ച് തീരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒക്കെ ഒരു കോൺഫിഡൻസ്, നന്നായി മനസ്സിലാവുന്നുണ്ട് പഠിപ്പിക്കണത്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനാണ് അവന് മനസ്സിലാവാത്തത്. കൊമേഴ്സ് വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എടുത്താണ്. അപ്പോൾ കൊമേഴ്സ് വിത്ത് മാത്സ് എടുത്താൽ മതിയായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം ഇരിക്കണത്. ബാക്കി അക്കൗണ്ടൻസി, ബിസിനസ്, എക്കണോമിക്സ്, പിന്നെന്താണ് ഇംഗ്ലീഷ്, ഹിന്ദി എല്ലാം നന്നായി കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു. മനസ്സിലാവേണ്ടത് നന്നായിട്ട്. പിന്നെ അവിടെ നന്നായി പഠിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ടീച്ചേഴ്സ് തന്നെ പറഞ്ഞു, നിങ്ങൾക്ക് ഇവിടെ നിന്ന് പഠിച്ച് ഇവിടെ ക്ലാസ്സിൽ ശ്രദ്ധിച്ച് ഞങ്ങൾ വീട്ടിൽ പോയിട്ട് നിങ്ങൾക്ക് പഠിക്കേണ്ടി തന്നെ വരില്ലേ, അതുപോലെ ഞങ്ങൾ പഠിപ്പിച്ച് തന്നിട്ട് ഇവിടെ നിന്ന് വിടുള്ളൂ എന്നൊക്കെ. അപ്പം നോട്ട്സ് കൊടുക്കണതൊക്കെ കയ്യോടെ അവൻ അവിടെ നിന്ന് പഠിച്ച് തീർത്തിട്ടേ വരണം, എന്നാലും ഇവിടെ വന്ന് വീണ്ടും വായിക്കും. അങ്ങനെ അപ്പോൾ ആൾ ഹാപ്പിയാണ്. ഈ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ മാത്രമാണ് ഒരു ബുദ്ധിമുട്ടുള്ളൂ ആൾക്കിപ്പോൾ. അടുത്ത് സ്മിത പ്രിൻസ്. സരിത പാട്ട് അടിപൊളിയായിരുന്നു കേട്ടോ, ഇനിയും പാടണം വീഡിയോസിൽ, ജഗ്ഗു മോനെ അന്വേഷിച്ചു എന്ന് പറയൂ കേട്ടോ. അജു ഏട്ടാ നമസ്കാരം. കുറേ പേര് സരിതര പാട്ടുകൾ ഒക്കെ നന്നായി പറഞ്ഞത്. ഇതറിഞ്ഞാൽ നന്നായി പ്രിപ്പയർ ചെയ്തിട്ടിരുന്നേനെ. അതെങ്ങനെയാ? ജാനകിയമ്മ മരിച്ച അന്നാണല്ലോ നമ്മള് ഈ പിറ്റേ ദിവസമാണ് വീഡിയോ ഇട്ടെ. അപ്പൊ പിറ്റേ ദിവസം വീഡിയോയിലേ ഇങ്ങനെ പാടണം എന്നൊരു മുന്നേ ചിന്തിച്ചിരുന്നെങ്കിൽ ഞാൻ കുറച്ച് പാട്ടുകൾ അങ്ങോട്ട് നോക്കി ശരിക്കും പഠിച്ചൊക്കെ പ്ലാനിങ്ങളില്ല നമുക്ക്. അപ്പ വായിൽ വന്ന ഒരു 4 പാട്ടുകൾ പാടിയെന്ന് മാത്രം പെട്ടെന്ന് ഓർമ്മ വന്ന പാട്ടുകൾ. മൈമുന ഹുസൈൻ. എൻ്റെ പൊന്നു സരിതേ, ചിക്കൻ കറി കണ്ടു കൊതിയായിട്ട് വയ്യ, കപ്പലോടും എന്ന് പറഞ്ഞാൽ പോരാ, കപ്പിളു ക്ലോ കപ്പലാർന്നു, കപ്പലുകളാർന്നു, ഒരു കപ്പലൊന്നും അല്ലാന്ന്. സൂപ്പർ കറി. സരിത പാട്ട് പാടുമ്പോൾ അജു എൻജോയ് ചെയ്ത് ഏതോ ലോകത്തായിരുന്നു. എന്നും ഇതുപോലെ സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്തത് ഗീതാ സന്തോഷ്. സരിതയുടെ പാട്ട് മനോഹരം, അജു വളരെ നന്നായി എല്ലാം ചെയ്തു. എന്നിട്ട് ഹൈലൈറ്റ് ജഗ്ഗുക്കുട്ടൻ്റെ വാക്കുകളും കൂപ്പുകയും. ഇന്നത്തെ ഹൈലൈറ്റ് ജഗ്ഗുക്കുട്ടൻ്റെ വാക്കുകളും കൂപ്പുകയും മനോഹരമായി ചിരിയുമാണ്. അച്ഛൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഉരുളയ്ക്ക് സ്നേഹത്തിൻ്റെ സ്വാദ് കൂടി ഉണ്ട് അല്ലേ ജഗ്ഗുക്കുട്ട? ലവ് യു ഡിയേഴ്സ്. ശരിയാ, ചെറുപ്പത്തിൽ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഉരുളയൊക്കെ ചിലപ്പോൾ ഉരുളയൊക്കെ കിട്ടും നമുക്ക്, ചോറ് മീൻ കൂട്ടാനിലൊക്കെ മുക്കി വലിയ ഉരുളകൾ വായിൽ വെച്ച് തരും. എൻ്റെ ആണെങ്കിൽ വലിയ വായ, വലിയ ഉരുളകൾ വെച്ച് തരും. അത് ഭയങ്കര ടേസ്റ്റാണത്. അടുത്തത് ബീന. ജാനകി അമ്മയുടെ പാട്ട് കേട്ടിട്ട് വിഷമമായി, സരിതകുട്ടി സൂപ്പറായി പാടി. മരിച്ചുപോയി. റിതം ഓഫ് നേച്ചർ ബൈ മിഥുൻ. പാട്ട് പ്ലസ് പാചകം പ്ലസ് ഓർമ്മകൾ പ്ലസ് സ്നേഹം പ്ലസ് കുടുംബം പ്ലസ് സന്തോഷം ഈക്വൽസ് അജൂസ് വേൾഡ്. ഒരു സാധനം മിസ്സായിട്ടുണ്ട്, കോമഡി. അടുത്തത് പുഷ്പകുമാരി. സരിത നന്നായി പാടി, കേട്ടപ്പോൾ കണ്ണു നിറഞ്ഞു. ഇനി ജാനകിയമ്മ ഇല്ലല്ലോ, പക്ഷെ അവരുടെ ശബ്ദം ഒരിക്കലും മരിക്കില്ലല്ലോ, നമുക്ക് അതുവരെ കേട്ടുകൊണ്ടേയിരിക്കാം. അടുത്തത് ജേക്കബ് PC. ഞാനും അജുവിനെ പോലെ ഒരാളാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പ്രായത്തിൽ ഞാൻ വളരെ മൂത്തതാണ്. ജാനകിയമ്മയുടെ പാട്ടും എനിക്ക് പ്രിയപ്പെട്ടത് അതുതന്നെ. ഉണരൂ വേഗം. ജാനകിയമ്മയുടെ നഷ്ടത്തിൽ ഞാനും അതിയായി ദുഃഖിക്കുന്നു. അടുത്തത് ശോഭ ദയാനന്ദ്. ഒരു പൂവ് തരുവാൻ പറഞ്ഞപ്പോൾ ഒരു പൂന്തോട്ടം തന്നെ തീരെഴുതി തന്നല്ലോ സരിതേ. സരിത പാടിയ ജാനകി അമ്മയുടെ എല്ലാ പാട്ടുകളും എനിക്ക് വലിയ ഇഷ്ടമാണ്. വൺ ഓഫ് മൈ ഫേവറേറ്റ് സിംഗർ ജാനകി അമ്മ. സംഗീതത്തിൻ്റെ ആത്മാവിനെ സ്വന്തം ശബ്ദങ്ങളിലൂടെ ലോകത്തിന് പകർന്നു നൽകിയ വിസ്മയം. അടുത്തത് ഷിബ്ല ജംഷീർ. സരിതയുടെ പാട്ടും അവരുടെ പാചകവും അവരുടെ വാചകവും അവരുടെ ഫാമിലിയും ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടം. മിനി തോമസ്. എൻ്റെ സരിതക്കുട്ടി, താങ്ക്സ് ഫോർ സിംഗിങ് ഓൾ ഓഫ് മൈ ഫേവറേറ്റ് സോങ്സ് ഡിയർ. ഐ വാസ് സിംഗിങ് അലോങ് വിത്ത് യു ആക്ച്വലി. All my favorite songs and Janaki Amma is my all-time favorite singer. May her soul rest in peace. She has given a lot of her to the world so that we can be with her when we are sad, when we are happy, and when we are in any mindset. Such a legend. കുമ്പിടുന്നു ആ അമ്മയുടെ മുന്നിൽ. You sang beautifully as always. ശരിയല്ലേ, എല്ലാത്തരം പാട്ടുകളും ഉണ്ടല്ലേ. പിന്നില്ലാണ്ട് സന്തോഷം വന്നാലും ദുഃഖം വന്നാലും വേറെ എന്ത് വന്നാലും. അടുത്തത് ഷീബ ജോസ്. ഗുഡ് മോർണിംഗ് അജു, സരിത ജഗ്ഗു. സരിതയുടെ പാട്ട് സൂപ്പർ. ജാനകിയമ്മയെ അനുസ്മരിച്ചത് എത്ര കേട്ടാലും മതി വരാത്ത പാട്ടുകൾ സരിത നന്നായി പാടി. ഒപ്പം ചിക്കൻ കുമ്പളങ്ങ കറിയും സൂപ്പർ. കഴിഞ്ഞ ആഴ്ച എൻ്റെ കമൻറ്റ് വായിച്ചില്ല,
ഞാനിവിടെ ദുബായിൽ നിന്ന് നിങ്ങളുടെ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കും. അജുവിൻ്റെ തമാശ നിറഞ്ഞ വ്ളോഗ് കാണാൻ. ഇന്ന് നിർത്തുന്നു. ഓൾ ദ ബെസ്റ്റ്. അടുത്തത് സുനിത വില്യംസ്. സുനിത വില്യംസ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് അതെ. അജു ആൻഡ് സരിത, നോ വേർഡ്സ്, വെരി ഗ്രേറ്റ്ഫുൾ വൈബ്സ്. സരിത, യു സാങ് വെരി വെൽ. ഓൾവേസ് സ്റ്റേ ബ്ലെസ്ഡ് വിത്ത് ഡിവൈൻ ലവ്. ദിസ് ഈസ് എ ട്രൂ മീനിങ് ഓഫ് ഫാമിലി prayers. Sorry, I didn't introduce myself. I am Sunitha from Ireland. Please convey my regards to Anlan Chetan. He is so lovely man. പറയാട്ടാ. അടുത്തത് പൊന്നു. സരിതയെ പാട്ടുകളെല്ലാം സൂപ്പർ. ഞാനും ജാനകിയമ്മ ഫാൻ. സരിത പാടുമ്പോൾ അജുവേട്ടൻ ഇരുന്ന് ആസ്വദിക്കുന്നത് കാണണം. പാവം. ഓരോ വീഡിയോസും കാണുമ്പോൾ പിന്നെയും പിന്നെയും കാണാനാ തോന്നണേ. അജുവേട്ടൻ്റെ ചില നേരം സംസാരം കേൾക്കുമ്പോൾ ചിരിച്ചിരിച്ച് ഉപ്പാട് വരും. അടുത്തത് ബാസ്റ്റിൻ. ജോലി ചെയ്ത് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ആഗ്രഹമില്ലാത്തത് കൊണ്ട് ജീവിക്കാൻ, മരുന്ന് വാങ്ങാൻ ഗതിയില്ലാതെ, എന്തൊക്കെയാണ് എഴുതിയേക്കണം എനിക്ക് മനസ്സിലാവില്ലേ. ജോലി ചെയ്ത് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ആരോഗ്യമില്ലാത്തത് കൊണ്ട് ജീവിക്കാൻ ബുദ്ധിമുട്ടുന്നവർ, മരുന്ന് വാങ്ങാൻ ഗതിയില്ലാതെ RCCയിൽ കിടക്കുന്ന ഏതെങ്കിലും ഹതഭാഗ്യനോ ആ പൈസ കൊടുക്കാമായിരുന്നില്ലേ ന്യൂസിലൻഡർ. നിനക്ക് ഒരു ഏപ്രം കൊണ്ടൊന്നുമല്ലേ? ന്യൂസിലൻഡിൽ നിന്ന് ഗിഫ്റ്റ്. ആളോടാണ് ചോദിക്കണേ, ആ തന്ന ആളോടാണ് ചോദിക്കണേ. അപ്പൊ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സിംസൺ ആൻഡ് ഫാമിലി, അവരോടാണ് ഈ ചോദ്യം. അപ്പൊ ജോലി ചെയ്ത് ജീവിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ആരോഗ്യമില്ലാത്തത് കൊണ്ട് ജോലിക്ക് പോകാൻ പറ്റാതെ കഷ്ടപ്പെടുന്നവർ, അതുപോലെ RCCയിലൊക്കെ മരുന്ന് വാങ്ങിക്കാൻ ഗതിയില്ലാത്തവര്, അങ്ങനെയുള്ളവർക്കൊക്കെ ആ പൈസ കൊടുത്തുകൂടെയെന്ന്. കഷ്ടപ്പെട്ട് പൈസ വിദ്യാഭ്യാസവും ആരോഗ്യവുമുള്ള ജോലിയൊന്നും ചെയ്യാതെ വെറുതെ നടക്കുന്ന ഇവർക്ക് കൊടുക്കണമായിരുന്നോ? ചിന്തിക്കൂ. ഇവരൊക്കെ തനി കേരളീയരാണ്, ഒരിക്കലും ജോലി ചെയ്യില്ല. അപ്പോൾ താങ്കൾ ഞങ്ങളെ മാത്രമല്ല മൊത്തത്തിൽ കേരളീയരെ അപമാനിച്ചിരിക്കുകയാണ്. നമ്മൾ കേരളീയർ ആരും ജോലി ചെയ്യാണ്ട് ജീവിക്കുകയാണ്. അപ്പൊ പിന്നെ ആരാണ് ഈ കൊണ്ടുവന്ന് തരുന്നത്? നമ്മൾ ഈ കേരളീയർക്ക് മൊത്തം മാമുണ്ണാൻ ജോലി ചെയ്യാണ്ട് കാലം നീട്ടിയിരിക്കുകയാണെങ്കിൽ. ഇന്നും നമുക്ക് ഒരു സമ്മാനം വന്നിട്ടുണ്ട്. എന്തുട്ട് ചെയ്യ ദൈവമേ. അപ്പോ സമ്മാനം നമ്മളോട് വളരെ ഇഷ്ടമുള്ളത് കൊണ്ട് നമുക്ക് സമ്മാനം അയക്കുന്നവരോട് പറയാണ്, നിങ്ങൾ ആ പൈസ ഇതുപോലെ ഉള്ള ആളുകൾക്ക് കൊടുക്കണം എന്നാണ് പറയണത് ആള്. അങ്ങനെയാണ് ഇദ്ദേഹം ബാസ്റ്റിൻ പറയുന്നത്. അങ്ങനെയാണ്. ആള് ഡ്രസ് ഒന്നും രണ്ട് നടക്കണ്ടാവാ. ആളും കേരളീയനാണല്ലോ അല്ലെ, അപ്പൊ ആളും ജോലിക്ക് പോണ്ടാവില്ല. അല്ലാതെ ആളിങ്ങനെ കിട്ടുന്ന പൈസകളൊക്കെ ആള് ഇങ്ങനെയുള്ള ആളുകൾക്ക് കൊടുക്കാതിരിക്കും ചെയ്യാന്ന്, മറ്റുള്ളവരെ സഹായിക്കുകയായിരിക്കും. എന്തേലും ആവട്ടെ. നോക്ക്, നമ്മള് ഇപ്പൊ വീഡിയോയിലൂടെ മറ്റുള്ളവരെ സഹായിക്കുന്നത് കാണിക്കുന്നവർ മാത്രമാണ് മറ്റുള്ളവരെ സഹായിക്കുന്നതെന്ന് ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് കേട്ടാ. ഇത് മറ്റുള്ളവരെ അറിയിക്കണം എന്ന ആഗ്രഹമുള്ളവർ മാത്രമേ വീഡിയോ കൂടെ കാണിക്കുള്ളൂ. ഇപ്പം ഞങ്ങൾ യൂട്യൂബ് ചാനൽ ഇല്ലാണ്ട് ഞങ്ങൾ ഒരു ഗതിയും പരഗതി ഇല്ലാതെ ഇരുന്നപ്പോൾ വരെ ഞങ്ങളുടെ സ്ഥലത്തിൽ നിന്ന് ഒരാൾക്ക് വീട് വെക്കാൻ വേണ്ടി സ്ഥലം ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ആദ്യമായിട്ടാട്ടോ നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞു. ഇത്രയും വർഷമായില്ലേ നമ്മൾ ചാനൽ തുടങ്ങിയിട്ട്. പിന്നെ നമ്മളതുപോലെ എല്ലാ മാസവും നമ്മളാലാവുന്ന ഒരു സഹായം ലക്ഷക്കണക്കിന് കൊടുക്കാൻ ഞങ്ങളുടെ ഇല്ല. എങ്കിലും ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ചികിത്സാ സഹായങ്ങൾ ചെയ്യാറുണ്ട്. മരുന്ന് വാങ്ങിക്കാൻ പറ്റാത്തവർക്ക് കൊടുക്കാറുണ്ട്, നമ്മൾ അറിയുന്നവർക്ക് കേട്ടോ. അല്ലാണ്ട് ആർക്കോ അറിയാണ്ട് ഉള്ള ആളുകൾക്ക് കൊടുക്കാറില്ല. നമുക്ക് പരിചയമുള്ള ആളുകൾ, പിന്നെ അതുപോലെ നമുക്ക് വാട്സപ്പുകളിലൊക്കെ ഇങ്ങനെ കുട്ടികൾക്ക് അസുഖം അങ്ങനെയൊക്കെ വരില്ലേ, നമ്മൾക്ക് വിശ്വസിക്കാവുന്നവരായിട്ടുള്ള അങ്ങനത്തെ ആളുകൾ, നമുക്ക് ഒരു പരിചയം ഉണ്ടാവില്ല അവരെ. അപ്പോൾ നമുക്ക് അങ്ങനെ വരുന്നവർ അതൊക്കെ ചിലപ്പോൾ ഞാൻ ചേട്ടനോട് പോലും ചോദിക്കാറില്ല. എൻ്റെ അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഞാൻ അവർക്ക് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കാറുണ്ട്. അങ്ങനെ പക്ഷെ നമ്മളത് ഇന്ന ആൾക്ക് ഞങ്ങളിതേ ഇത്ര കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ പബ്ലിഷ് ചെയ്യാറില്ല, പറയാറില്ല. ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സബ്സ്ക്രൈബേഴ്സും ഉണ്ടാവും ചിലപ്പോൾ നമ്മളുടെ കയ്യിൽ നിന്ന് അങ്ങനെ സഹായം, അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മളോടൊക്കെ ചോദിക്കണമെങ്കിൽ അത്രയും നമ്മളെ ഒരു അങ്ങനത്തെ ഒരു സ്ഥാനത്ത് കാണുന്നതുകൊണ്ടാവുമല്ലോ നമ്മളോടൊക്കെ അവർ ചോദിക്കണം. അപ്പോൾ അതൊന്നും നമ്മൾ പബ്ലിഷ് ചെയ്യാറില്ല. നമ്മൾ അവരോടും പറയാറുള്ളത് ഞങ്ങളാണ് തന്നതെന്ന് നിങ്ങൾ ആരോടും പറയരുതെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കൊടുക്കാറ്. അപ്പോൾ എന്ന് വിചാരിച്ചിട്ട് അതാ ഞാൻ പറഞ്ഞത്, അങ്ങനെ ഞങ്ങളെ പോലെയുള്ള കുറേ പേരുണ്ടാവും, ഇഷ്ടം പോലെ പേരുണ്ടാവും. നമ്മൾ ഒരു കൈ ചെയ്യുന്നത് മറ്റേ കൈ അറിയരുതെന്നല്ല പറയാ. അപ്പൊ ആ ഒരു ഇത് ഫോളോ ചെയ്യുന്നവരാണ് ഞങ്ങൾക്ക് ഇഷ്ടമില്ല. അതങ്ങനെ മെഡിക്കൽ കോളേജിലേക്ക് ചോറ് കൊടുക്കുന്നത് ഞങ്ങൾ വീഡിയോ ചെയ്യാറുണ്ട്.
അത് പിന്നെ നമ്മുടെ ആ ഡയമേജ് പോലെ വ്ളോഗിന്റെ ഭാഗമായിട്ട് അതങ്ങനെ ഭാഗമായിട്ട് പോവും. പോകുന്നത്. ദേ അല്ലാതെ അത് വേറെ കൊടുക്കുന്നു. ഒന്നുമില്ല. അത് അത് നമ്മള് കൊടുക്കണം. ഭയങ്കര സംഭവമായിട്ടൊന്നുമില്ല. അത് നമ്മുടെ വീട്ടിൽ എന്തിട്ടാണോ ഒന്ന് ഉണ്ടാക്കി അത് നമ്മള് ചെയ്യണു കൊടുക്കുന്നു. അതിന്റെ ഒപ്പത്തിരി കൂടുതലായിട്ട് വെച്ചിട്ട് കൊടുക്കണം, അത്രേ ഉള്ളൂ. അതൊക്കെ അത് സാധാരണ. മാത്രമാണ് വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ ഇന്നേ വരെ ഒരു കാര്യങ്ങളും നമ്മൾ കാണിച്ചിട്ടില്ല. അപ്പോ നമ്മൾ പറഞ്ഞു വന്നിട്ടാണ്. അപ്പോ അതുപോലെ കുറെ പേരുണ്ടാവും സഹായിക്കുന്നവര്. അപ്പൊ നമ്മള് ചില ആളുകളൊക്കെ ഭയങ്കരമായിട്ട് പൈസ ചെലവഴിച്ചിട്ടൊക്കെ ഓരോ ചെയ്യുന്നതാണ്, ഇത് പാവങ്ങൾക്ക് കൊടുത്തൂടെ എന്നൊക്കെ പറയും. പക്ഷെ അവര് സമ്പാദിക്കണ ഒരാൾ ജോലി ചെയ്തുണ്ടാക്കണ പൈസ എന്ത് ചെയ്യണം എന്നുള്ളത് അവരാണ് തീരുമാനിക്കുക. അവരതിൽ നിന്ന് കൊടുക്കുണ്ടാവും. നമുക്ക് എങ്ങനെ അറിയാം എല്ലാ കാര്യങ്ങളും? നമുക്ക് ഒരാളുടെയും എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയില്ല. അപ്പം നമ്മൾ ആ പുറത്ത് നിന്നിട്ട് കാണുന്നതിൽ നമ്മൾ അവരെ വിലയിരുത്താനും മാർക്കിടാനും നമ്മളാരാ അവരെ ജഡ്ജ് ചെയ്യാനായിട്ട്? അപ്പോൾ നമുക്ക് പറ്റുമോ നമ്മൾ ചെയ്യാം, ബാക്കിയുള്ളവർ ചെയ്യണേനും ചെയ്യാത്തതിനും നമ്മൾ ഇങ്ങനെ പറയാൻ പോണേ? ഉപദേശിക്കലും അങ്ങനത്തെ ഒരു പോളിസിയാണ് കേട്ടോ നമ്മുടെ. നമുക്ക് നമ്മൾ ആരെയും ഇതാക്കാൻ അത് കാരണം പോവാറില്ല. അവര് കൊണ്ടുവന്നു. ഇപ്പൊ ഞാൻ സരിതിക്ക് എരി കൊണ്ടുവന്നു, അതാണ് വലിച്ചെറിഞ്ഞ് അവരെ മുന്നിൽ വെച്ചിട്ട് ഞങ്ങൾക്ക് ഇത് വേണ്ട, ഇത് വില മറ്റവർക്ക് ഈ ഇവർക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പറയാൻ പറ്റൂ? നമുക്ക് പറയാൻ പറ്റൂ. അവർ സന്തോഷപൂർവ്വം തരുന്നു, നമ്മളത് സ്വീകരിക്കുന്നു, അത്രേ ഉള്ളൂ. അവർ കൊണ്ടുവരുന്നത് അവരെ മനസ്സിന്, അവർക്ക് മനസ്സിനൊരു സന്തോഷം ഉണ്ടല്ലോ, ആ സന്തോഷം നമുക്കത് ഇപ്പൊ ഞാനിങ്ങനെ സഹായങ്ങൾ ഇപ്പൊ കുട്ടികൾക്ക് സ്കൂള് തുറക്കുമ്പോൾ ബാഗ്, പുസ്തകം, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട് അങ്ങനെയുള്ള കുട്ടികൾക്ക്. അപ്പം അതാ കിട്ടുമ്പോഴത്തെ അവരുടെ സന്തോഷം കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് ആ സമയത്ത്. അങ്ങനെ അത്രേ ഉള്ളൂ. അപ്പം അതുപോലെ ഞങ്ങൾക്കത് തരുമ്പോൾ അവർക്ക് ആ സബ്സ്ക്രൈബർ ആയിട്ടുള്ള നമ്മളുടെ ആ ഇഷ്ടമുള്ള നമ്മൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു സന്തോഷം ഉണ്ടാവും നമുക്ക് തരുമ്പോൾ. അല്ലെങ്കിൽ ഇപ്പം എനിക്കൊരു ഡ്രസ്സ് തന്നു, ആ ഡ്രസ്സ് ഞാനിപ്പോൾ ഡ്രസ്സ് ഇടാൻ ഇല്ലാണ്ടിരിക്കുകയാണ്, പക്ഷെ എന്നാലും അവരുടെ ഇഷ്ടത്തിന് അവരത് സ്നേഹത്തോടു കൂടി ഒരു അനിയത്തിക്ക് അല്ലെങ്കിൽ ഒരു മോളെ പോലെ വിചാരിച്ചിട്ട് എനിക്ക് തരുമ്പോൾ ഞാനത് ഇട്ട് കാണുമ്പോൾ അവർക്കൊരു സന്തോഷം. അതാണ്, അല്ലാണ്ടൊന്നുമില്ല. അടുത്തത് ശ്രീജിത്ത് SK. എന്തിനപ്പത് എടുത്തു വെച്ച? ചേട്ടൻ എടുത്തു വെച്ച കാരണല്ല ഞാൻ അത് വായിച്ചത്. അത് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് ആളുകളെ അറിയിക്കണ്ടേ. അടുത്തത് ശ്രീജിത്ത് SK. ഹായ് സരിതേച്ചി, ഇന്നത്തെ എൻ്റെ മെസ്സേജ് തുടങ്ങുന്നത് മ്യൂസിക് കേൾക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾക്ക് എനർജി ഓർ ഹാപ്പിനെസ് ഓർ സന്തോഷം ഉണ്ടാകുന്നത് എന്നതാണ്. അതായത് സ രി ഗ മ പ ധ നി എന്ന സ്വരസ്ഥാനങ്ങൾ നമ്മുടെ 7 ചക്രങ്ങളെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ ആണ് നമുക്ക് പാട്ട് കേൾക്കുമ്പോൾ എനർജി ഉണ്ടാകുന്നത്. ആണോ? ഭയങ്കരം തന്നെ അല്ലേ? അടുത്തത് റെജി ജേക്കബ്. ഹായ് അജു, സരിതമോൾ, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ കുക്കിംഗ് വ്ളോഗിനേക്കാൾ എനിക്കിഷ്ടം സരിതമോളുടെ പാട്ടാണ്. പാട്ട് പാടാൻ പറഞ്ഞാൽ അപ്പം തന്നെ ഒന്നും ആലോചിക്കാതെ സുന്ദരമായ പാട്ടുകൾ പാടുന്ന സരിതമോൾക്ക് 1000 നന്ദി. വീണ്ടും വീണ്ടും ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അയ്യോ സന്തോഷം ചേച്ചി. അടുത്ത് ഡാലിയ ദിവാകരൻ. ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്. എൻ്റെ കമന്റ് ഇട്ടാൽ പിന്നെ കാണില്ല, ഞാൻ എന്ത് തെറ്റാണോ എന്തോ ചെയ്തത്, റിപ്ലൈയും കിട്ടാറില്ല. അല്ല എന്നെ തവിട് കൊടുത്ത് അങ്ങനെ വാങ്ങിയതാണ്. എന്റെ കുറെ പേരെ കമന്റ്സ് ഡിലീറ്റ് ആയി പോകുന്നുണ്ട്. എന്താ യൂട്യൂബ് എന്താണാവോ? നമുക്ക് ഇനി കുറെ കമന്റ്സ് തരുന്ന കാരണമാണോ? സാധാരണ യൂട്യൂബേഴ്സിന്റെ വ്യൂസിനനുസരിച്ചിട്ട് വരുന്ന കമന്റ്സ് അല്ല നമുക്ക് വ്യൂസിനനുസരിച്ചിട്ട് ഒരു പ്രൊപ്പോർഷൻ ഉണ്ടാവില്ല, അതിനേക്കാൾ വളരെ കൂടുതലാണ് നമുക്ക് വരുന്ന കമന്റ്സ്. അപ്പോൾ യൂട്യൂബിന് തോന്നുന്നുണ്ട് ഇത് എന്തിനാ ഇവർക്ക് ഇത്ര അധികം കുറച്ചെണ്ണം അങ്ങോട്ട് പോട്ടെ എന്നിട്ട് കളയണതാണോ എന്ന് നമുക്കറിയില്ല കേട്ടോ. നമുക്ക് ഏതൊക്കെ എടുക്കണ്ടേന്ന് തന്നെ അറിയില്ല. അടുത്തത് അർജുൻ VK. നമസ്കാരം അജു ചേട്ടാ, സരിതേച്ചി, ജഗ്ഗു. കുമ്പളങ്ങ ചേർത്ത് തയ്യാറാക്കിയ ചിക്കൻ കറിയും കൂട്ടി ചോറ് കഴിക്കുമ്പോൾ അസാധ്യ രുചി തന്നെയാണ്. അതുപോലെ സരിത ചേച്ചി എത്ര മനോഹരമായാണ് ജാനകി അമ്മയുടെ പാട്ടുകൾ പാടിയത്. കേൾക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. പ്രത്യേകം നന്ദി. നെഗറ്റീവ് കമന്റ് വായിച്ച് ചേച്ചിയും ചേട്ടനും വിഷമിക്കരുത് കേട്ടോ. ഹാവ് എ നൈസ് ഡേ. അടുത്തത് അജിത ഗംഗാധരൻ. ഓരോരുത്തർക്കും അവരവരുടേതായ വ്യക്തിത്വമുണ്ട്. അവർ എന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും എന്ന് കരുതിയാൽ നമ്മുടെ വ്യക്തിത്വം പണയം വെക്കുന്നത് പോലെ ആയിപ്പോവും. കറക്റ്റ്. പാട്ട് നന്നായിട്ടുണ്ട്. ഇന്നലെ ഞാൻ ലൈബ്രറിയനായി പ്രവർത്തിക്കുന്ന നവജീവൻ ഗ്രന്ഥശാലയിൽ വെച്ച് ദക്ഷിണാമൂർത്തി സാർ, MG രാധാകൃഷ്ണൻ സാർ, ജാനകി അമ്മ എന്നിവരെ അനുസ്മരിച്ചുകൊണ്ട് നവജീവൻ പാട്ടുകൂട്ടത്തിൻ്റെ സംഗീത സംഗമം ഉണ്ടായിരുന്നു. നവജീവൻ ഗ്രന്ഥശാല, വരദൂർ, വയനാട്. അവിടത്തെ ഉണ്ടായിരുന്നു. അതായത് ഞാൻ പാട്ടുകളൊക്കെ പാടിയിട്ട് പറയണ്ട, എന്നെ ആരും ഇനി കുറ്റം പറയാൻ വരെയായിരിക്കും, ഞാൻ എനിക്കറിയാവുന്ന പോലെയാണ് കേട്ടോ പാടിയത് എന്നൊക്കെ പറയണ്ട. അപ്പം അതാ പറഞ്ഞേ, എല്ലാവർക്കും അവരവരുടേതായ ഒരു ഇതുണ്ട്, അതാ പറ്റുള്ളൂ. അപ്പം അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കുന്നു, ഇവർ നമ്മുടെ വ്യക്തിത്വം പണയം വെക്കരുതെന്ന്. നിങ്ങൾക്ക് ഞങ്ങളുടെ ഏതെങ്കിലും വീഡിയോ കണ്ടിട്ട് അങ്ങനെ തോന്നിയിട്ടുണ്ടാ ഞങ്ങൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ചെയ്യേണ്ടെന്ന്? അപ്പം അതായത് സന്തോഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നെഗറ്റീവ്സിനെ ഹൈഡ് ചെയ്ത് വെച്ചുകൊണ്ട്
നല്ല രീതിയിൽ മറ്റുള്ളവർക്ക് എങ്ങനെ നിന്നാലും ഇഷ്ടപ്പെടാന്ന് നമുക്കറിയാലോ. അപ്പം ആ പോലെ നമ്മൾ ചെയ്യാറില്ല. ഞങ്ങൾ നമ്മളായിട്ട് തന്നെ നിൽക്കണമെന്ന് അറിയാം, ഇനി അത് എപ്പോഴും പറയില്ലേ. ജൂലിയ എസഡ് പാഷൻ, സരിത ഈ വീഡിയോയിൽ പറന്നുപോയത് വെറും കിളിയല്ല, അതാണ് സർപ്പന്റ് ഈഗിൾ. ഞാൻ പറഞ്ഞില്ല അതൊരു വലിയ പക്ഷിന്ന്. ഇപ്പൊ ഇവിടെ കുറച്ചു നാളായിട്ട് ഒരു പരുന്ത് ഇങ്ങനെ വട്ടമിട്ട് പറക്കുന്നത് കാണുന്നുണ്ട്. പരുന്തുകൾ അങ്ങനെ കാണാറില്ല, പരുന്തുകൾ അങ്ങനെ കാണാറില്ല, ബാക്കി കിളികളൊക്കെ കാണാറുള്ളൂ. ആഷിഖ്, എന്തുട്ടാ കൂട്ടാൻ, ഈ കൂട്ടാൻ കൂട്ടിയാലുണ്ടല്ലോ അടിപൊളി കൂട്ടാൻ, ഈ ചോറും കൂട്ടാൻ കൂട്ടി കഴിച്ചാലുണ്ടല്ലോ ആഹാ എന്തുട്ടാ കൂട്ടാൻ. തൃശ്ശൂർ ഭാഷ ഇഷ്ടമുള്ള ഒരാളാന്ന് തോന്നുന്നുണ്ട്. മണികണ്ഠൻ നായർ, സരിതേച്ചിയുടെ പാട്ട് സൂപ്പർ, എല്ലാ വ്ളോഗിലും സരിതേച്ചിയുടെ ഓരോ പാട്ടും ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കാൻ അജുവേട്ടനോട് താഴ്മയോട് അപേക്ഷിക്കുന്നു, ഒരുപാട് ഇഷ്ടം ജഗ്ഗുമാൻ. അടുത്തത് ഉണ്ണിക്കുറുപ്പ്, സരിത അജു, ഞാൻ ഈ വീഡിയോ എന്നത്തെയും പോലെ നോട്ടിഫിക്കേഷൻ വന്ന ഉടൻ കണ്ടു. സരിതയുടെ പാട്ടുകൾ എനിക്ക് വലിയ ഇഷ്ടമാണ്, കാരണം സരിതയുടെ ഇഷ്ടമുള്ള പാട്ടുകളെല്ലാം എൻ്റെയും ഇഷ്ടമുള്ളതാണ്. കുട്ടിക്കാലത്തെ ഒരുപാട് ഓർമ്മകൾ വരും. നമ്മൾ ഒരു പാട്ട് കേൾക്കുമ്പോൾ അത് ആസ്വദിക്കാൻ പറ്റിയാൽ മതി, അതിലെ മറ്റുള്ള മാറ്റേഴ്സ് നോക്കാൻ നമ്മൾ പ്രോ അല്ലല്ലോ. സാധാരണക്കാരുടെ പാട്ടുകൾ ഇങ്ങനെയാണ്. ഞാൻ ഒരു വീഡിയോസുകളും റിപ്പീറ്റ് കാണാറില്ല, ബട്ട് ഇന്ന് സരിതയുടെ പാട്ട് കേൾക്കാൻ ആ പാർട്ട് മാത്രം വീണ്ടും കണ്ടു, അതും 12 മണിക്കൂർ കഴിഞ്ഞിട്ട്. അപ്പോഴാണ് ഒരു നെഗറ്റീവ് മെസ്സേജ് കണ്ടത്. സരിതയുടെ പാട്ടുകൾ എന്നെപ്പോലെ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നു, എല്ലാം പോട്ടെ, സരിതയുടെ പാട്ടിൽ വലിയ ഫാൻ, യുവർ ഹസ്ബൻഡാണ്, അതിൽ കൂടുതൽ എന്ത് വേണം, ലവ് യു ഫ്രം ജപ്പാൻ. അഞ്ജന കുറുപ്പ്, അഞ്ജന കുറുപ്പാണ് ഈ കമന്റ് ഇട്ടാണ് അല്ലേ. ഇന്തോട്ട് എല്ലാ വീഡിയോയിലും ഞാനൊരു പാട്ട് പാടും. ആഹാ, അങ്ങനെ വിട്ടാ പറ്റില്ല. എല്ലാ വീഡിയോന്റെ തുടക്കം ഒരു പാട്ടിന്ന് തുടങ്ങിയാലോ, അല്ലെ എല്ലാ വീഡിയോന്റെ അവസാനമാവാം. അപ്പോൾ ഇഷ്ടമില്ലാത്തവർക്ക് അവിടെ വെച്ച് നിർത്താലോ, പാട്ട് കേൾക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക്. അപ്പം ഇഷ്ടമില്ലാത്തവരെ ബുദ്ധിമുട്ടിപ്പിക്കുക, അതിൽ ഇഷ്ടമുള്ളവർ മാത്രം കേട്ടാൽ മതി. നവനീത്, പാട്ട് നന്നായിരുന്നു, സരിതയുടെ പാട്ട് കേൾക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ, എല്ലാം പഴയ പാട്ടുകൾ. ഈശ്വരാനുഗ്രഹം കിട്ടിയവരാണ് കലാകാരന്മാർ എന്നാണല്ലോ, എല്ലാ വീഡിയോയിലും ഒരു പാട്ട് പാടണം. എനിക്ക് പാടാൻ അറിയില്ല, പക്ഷെ പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്. ഞാൻ ചിത്രം വരയ്ക്കാറുണ്ട്, എൻ്റെ മക്കൾക്കും ആ കഴിവ് കിട്ടി, പക്ഷെ അവർക്ക് വരയ്ക്കുന്നത് ഇഷ്ടമല്ല. വരയ്ക്കണമെങ്കിൽ ക്ഷമയും കൂടി വേണം, കഴിവ് മാത്രം പോരാ, സമയം. അതാ പറഞ്ഞേ, എല്ലാവർക്കും കിട്ടുന്നതല്ല ഈ കഴിവുകൾ എന്നൊക്കെ ഞാൻ പറയും, അവർ കേൾക്കില്ല. ചെറുതായിരുന്നപ്പോൾ നന്നായി വരയ്ക്കുമായിരുന്നു, ഇപ്പോൾ സയൻസാണ് എടുത്തത്, റെക്കോർഡൊക്കെ സ്വന്തമായി വരയ്ക്കാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ പറയുന്നു അമ്മ വരയ്ക്കാൻ, അല്ലെങ്കിൽ അവൻ വേറെ ആളിനെ കൊണ്ട് വരപ്പിക്കുമെന്ന്. അത്രയ്ക്കും മടിയാണ് വരയ്ക്കാൻ. പിന്നെ ആ ചേട്ടൻ പറഞ്ഞതുപോലെ സരിതയെ എനിക്കും ആദ്യം ഇഷ്ടമില്ലായിരുന്നു, ഞാൻ കരുതി വലിയ ഗമയാണെന്ന്, ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആദ്യം മുതലേ നിങ്ങളുടെ വീഡിയോകൾ കാണാറുണ്ട്, അജു ചേട്ടൻ അതിന് മുമ്പേ TV പ്രോഗ്രാമിൽ കണ്ടു, അന്ന് ഒരുപാട് ചിരിച്ചു. പിന്നെ വീഡിയോ കണ്ടപ്പോഴാണ് ആ അജു ചേട്ടനാണ് ഇതെന്ന് മനസ്സിലായത്. നിങ്ങളെല്ലാം വലിയ ഇഷ്ടം, ഇപ്പോൾ അനിലൻ ചേട്ടനെ കാണാനില്ലല്ലോ. പണി തിരക്കാണ്. ലൂസി ജോസഫ്, എൻ്റെ അജു സരിതയെ, ഞാൻ 70 വയസ്സുള്ളൊരു വീട്ടമ്മയാണ്, എനിക്ക് കമൻ്റ് ഇടണമെന്ന് വളരെ ആഗ്രഹമുണ്ടായിരുന്നു, പലതവണ നോക്കിയിട്ട് സാധിച്ചില്ല. ഇന്ന് ഞാൻ രണ്ടും കൽപ്പിച്ച് നോക്കി, ഏകദേശം ശരിയായെന്ന് തോന്നുന്നു. സരിതയുടെ പാട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്, എന്നും നിങ്ങളുടെ വീഡിയോ കാണുമ്പോൾ കമൻ്റ് ഇടാൻ തോന്നിയിരുന്നു, ഇന്നാണ് അത് സാധിച്ചത്. എൻ്റെ കമൻ്റ് ഒന്ന് വായിക്കണേ. ഇതിന് എന്നെ സഹായിക്കുന്നത് എൻ്റെ കൊച്ചുമകളാണ്, ഞങ്ങൾ ഇടുക്കിക്കാരാണ്. കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ കോഴിക്കോടിനൊരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയപ്പോൾ തൃശ്ശൂർ എത്തിയപ്പോൾ ഞങ്ങൾ പറഞ്ഞു സരിതയുടെ വീട്ടിൽ പോയാലോ എന്ന്. അതാണ് നമ്മളോട് ഇഷ്ടമുള്ളവർ വേറെ ജില്ലക്കാർ തൃശ്ശൂർ കൂടി ഒല്ലൂർ കൂടിയൊക്കെ കടന്നു പോകുമ്പോൾ അയ്യോ ഇവിടെ അടുത്ത് ഇവിടെ എവിടെയോ ആണ് അജുൻ്റെ സരിതയുടെ വീട് അങ്ങനെ പറയുന്നേ. അപ്പം അവർക്കൊരു നമ്മുടെ ഒരു സ്വന്തക്കാർ ഇവിടെ ഉണ്ട് എന്നുള്ളൊരു ഫീലാണെന്ന് പറയും ഇതിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ. അതെ. രശ്മി ഷൈജിത്ത്, ഞങ്ങൾ കോഴിക്കോട്ടുകാർ പൊതുവേ ഉണ്ടാക്കാത്ത ഒരു കറിയാണ് ചിക്കൻ കുമ്പളങ്ങ കറി. പക്ഷെ ഇന്ന് ഈ വീഡിയോ ഞാൻ കാണുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് അടുത്തിരിക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു ഇനി ചിക്കൻ വാങ്ങുമ്പോൾ നമുക്കും ഇതുപോലെ വെക്കാമെന്ന്. സരിത അജുവേട്ട ജഗ്ഗുമോനെ സ്നേഹം മാത്രം. അത് നല്ല ടേസ്റ്റാണ്, ധൈര്യമായിട്ട് വെച്ചോ, ഇഷ്ടപ്പെടും. അതിൻ്റെ ചാറാണ് സൂപ്പർ, ഗ്രേവി അടിപൊളിയാണ്. നിവിൻ ഫെർണാണ്ടസ്, ഇന്നത്തെ വീഡിയോയിൽ സരിത ജാനകിയമ്മയുടെ പാട്ടുകൾ മനോഹരമായി തന്നെ പാടി. പക്ഷെ ജാനകിയമ്മയുടെ ആ ഒരു ശബ്ദമാധുര്യം അത് ഇനി എത്ര വലിയ ഗായകർ പാടിയാലും കിട്ടില്ല. അതെ, ദലീമയുണ്ട്, ദലീമ പാട്ടുകാരി, ഏതാണ്ട് ജാനകിയമ്മയുടെ ശബ്ദം, പക്ഷെ ഒത്തിരി കൂടി ജാനകിയമ്മയുടെ ശബ്ദത്തിനേക്കാളും കുറച്ചുകൂടി ഒരു കട്ടി കൂടുതലാണ് ആളുടെ സൗണ്ട്. അത് ഇനി എത്ര വലിയ ഗായകർ പാടിയാലും കിട്ടില്ല. പ്രത്യേകിച്ച് ജാനകി അമ്മ പാടി ജനഹൃദയങ്ങളിലേക്ക് ഏൽപ്പിച്ച ആ പാട്ടുകൾക്ക് ആ ഒരു മിസ്സിങ് അല്ലെങ്കിൽ ആ ഒരു വിങ്ങൽ ആയിരുന്നു എൻ്റെ മനസ്സ് മുഴുവനും. അത് ചേട്ടൻ പറഞ്ഞില്ലേ ഉറുമ്പുകളെയും പ്രാണികളെയും കാണുമ്പോൾ അതിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ എന്തെങ്കിലും ചെയ്ത് ഉപദ്രവിക്കുന്ന പരിപാടി, അത് പണ്ട് മാത്രമല്ല ഇപ്പോഴും ചെയ്യും ഞാൻ. ശരി. മറ്റേ ഇതിൻ്റെ മുകളിൽ ലോഡ് വെച്ച് കൊടുക്കും, മറ്റേ ഇങ്ങനെ അഴിഞ്ഞു പോണ മറ്റേ ഇതില്ലേ,
നമ്മുടെ ഈ തേരട്ടയാ തേരട്ടയും പിന്നെ മറ്റേ മണനൊടിയില്ലേ അതിന്റെ മുകളില് കല്ല് ഇതൊക്കെ വെച്ച് കൊടുക്കുക, അത് വലിച്ചുകൊണ്ട് പോകണൊക്കെ. അത് റൗണ്ടായിട്ട് കിടക്കില്ലേ അപ്പൊ ചുരുണ്ട്? അല്ല അത് വളരെ നൈസ് സാധനമൊക്കെ വെക്കും, തൊടാത്ത പോലെ. അതൊക്കെ ഭയങ്കര സൂക്ഷ്മതയോടെ വെക്കും. ഞാൻ അങ്ങനെ ചെയ്യില്ല കേട്ടാ. ഞാൻ ഉറുമ്പൊക്കെ പോകുമ്പോ ഗ്ലാസ് കമിഴ്ത്തിയതിന്റെ മുകളിൽ വെച്ചിട്ട് അതിങ്ങനെ പുറത്തേക്ക് കടക്കാൻ വേണ്ടിട്ട് കറങ്ങില്ല, അങ്ങനത്തെ ഒക്കെ കണ്ട് ആസ്വദിക്കും. പ്രസിദ്ധ ഹരി, ഈ ചാറ് ചോറിനേക്കാൾ നല്ലതാ, പൊറോട്ടയ്ക്കോ ചപ്പാത്തിയോ ആയിരിക്കും എന്ന് സരിത പറഞ്ഞപ്പോൾ ചോറെന്ന രസം എന്ന് അജു ചേട്ടൻ പറഞ്ഞപ്പോൾ സരിതയുടെ ഒരു ചിരി, വാങ്ങില്ല എന്നറിഞ്ഞുകൊണ്ടുള്ള ചിരി, പാവം തോന്നി. ഇന്ന് തന്നെ ഈ കറി ഉണ്ടാക്കും. അടിപൊളി. എന്നിട്ട് ഉണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ടായിരുന്നു? ടേസ്റ്റ് ഉണ്ടായിരുന്നോ? അടുത്തത് ബിജി നാരായണൻ, എൻ്റെ അനിയത്തിക്കുട്ടിക്ക് ഒരുപാട് നന്ദി, ജാനകി അമ്മയെ അനുസ്മരിച്ചതിന്. പാടിയ പാട്ടുകളെല്ലാം എൻ്റെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ, ഒരുപാട് നന്ദി, എല്ലാം സൂപ്പർ പാട്ടുകൾ. ഞാനൊരു വെജിറ്റേറിയൻ ആണ്, എന്നാലും നിങ്ങളുടെ ഒരു വീഡിയോ പോലും ഒരു ദിവസം പോലും കാണാതിരിക്കാൻ പറ്റില്ല, എന്നാലേ ആ ദിവസം പൂർണ്ണമാവൂ. അടുത്തത് ഉഷ ഷാജി, നമസ്കാരം സരിതേ. നമസ്കാരം. അജൂസ് സരിത ഇളക്കുന്നുണ്ട്, അജുവിനെ ഒട്ടും പിടിച്ചില്ല. അവസാനം സ്വയം ഇളക്കുവാൻ പറ്റാതെ വന്നപ്പോൾ സരിതയുടെ ചിരി കണ്ടപ്പോൾ ചോറുണ്ടിരുന്ന എൻ്റെ ചിരി മൂലം ചോറ് ശിരസിൽ കയറി, ചുമച്ചു പാകം വന്നു. അയ്യോ, അങ്ങനെയൊന്നും ചിരിക്കല്ലേ. VGS നായർ, അജുവിൻ്റെ ഹ്യൂമർ സെൻസ് അടിപൊളി. പഴം മിക്സ് ഇളക്കി വരുമ്പോൾ അതിന് ഉപമിക്കാൻ തോന്നിയതും അത് പറയാൻ കൊള്ളാവുന്നതാണെങ്കിൽ പറഞ്ഞോളൂ എന്ന് സരിത പറഞ്ഞപ്പോൾ ഞാനൊന്നും പറയണില്ലേ എന്ന മറുപടിയിൽ എല്ലാം മനസ്സിലായി. ലാസ്റ്റ് ടേസ്റ്റ് ചെയ്യുമ്പോൾ അതിന് പുളിയാണെന്ന് സമ്മതിക്കില്ല അജു, പക്ഷെ ഇടയ്ക്ക് നാവ് നേര് പറഞ്ഞു. നോട്ട്, അജു ഇടയ്ക്കിടെ നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് ക്ലൈമാക്സ് സസ്പെൻസ് കളയുന്നു. ഇത് സാധനം ഉണ്ടാക്കുമ്പോൾ ചേട്ടൻ തുടക്കം തൊട്ടന്നെ പറഞ്ഞു തുടങ്ങുന്നു. എന്താ അടിപൊളിയായിരിക്കുന്നു. ഗോപാൽ, ഞാനും വിചാരിക്കുക ഉണ്ണിയപ്പം ഉണ്ടാക്കി ഇവിടെ മലയാള ഷോപ്പിൽ കൊണ്ടുവച്ചാലോ എന്ന്. അത്രയ്ക്ക് നല്ലതാണ്, പെട്ടെന്ന് ഉണ്ടാക്കാം. ഞാൻ 2 തവണ ഉണ്ടാക്കി. ഞാൻ റൈസ് പൗഡർ കൊണ്ട് ഉണ്ടാക്കുമ്പോൾ മോൻ കഴിക്കില്ലായിരുന്നു, ബട്ട് ഇത് അവന് ഇഷ്ടമായി. സെക്കൻഡ് ടൈം ഉണ്ടാക്കി, ഇത് പെട്ടെന്ന് കേടാകില്ല, ഉണ്ടാക്കിയാൽ പെട്ടെന്ന് തീരും. ഞാൻ എത്ര ദിവസം ഇരിക്കുമെന്ന് അറിയാൻ 2 എണ്ണം മാറ്റി വെച്ചു. ഇന്ന് 5th ഡേ ആണ്, അഴുക്കായിട്ടില്ല. പിന്നെ വേറെ ഒരു രസം, എൻ്റെ കാക്ക ഡെയിലി എൻ്റെ ഫുഡ് കഴിക്കാൻ വരുന്ന എൻ്റെ സ്വന്തം അമ്മു, അവൾക്ക് വരെ ഇഷ്ടമായി. ഞാൻ ആദ്യം വന്നപ്പോൾ 1 എണ്ണം കൊടുത്തു, അത് കഴിഞ്ഞ് വന്നപ്പോൾ ഒരു ദിവസം 1 എണ്ണം കൊടുത്തു, അത് കഴിഞ്ഞ് വന്നപ്പോൾ ഉണ്ടെന്ന് ദിവസം ഒരു 10 ടൈംസ് അവൾ വരും കിച്ചൺ ഗ്രില്ലിൽ. ഞാൻ ഫുഡ് മുകളിൽ ഷീറ്റിൽ ഇട്ടിട്ടുണ്ട്, അതിലിട്ട് വെക്കും, മുകളിൽ ഷീറ്റ് ഇട്ടിട്ടുണ്ട്, അതിലിട്ട് വെക്കും അവൾക്കുള്ള ഫുഡ്. കാക്കയ്ക്കും പ്രാവിനും പിന്നെ വണ്ണാത്തിക്കിളി അതിനൊക്കെ ഫീഡർ വെച്ചിട്ടുണ്ട്, അതിലും ഇടും. ബട്ട് അവൾക്ക് കയ്യിൽ നിന്നും കൊടുക്കണം. ഞാൻ ചോറ് കൊടുത്തു, അപ്പോൾ എൻ്റെ കയ്യിൽ കൊത്തി. അപ്പൊ എനിക്ക് മനസ്സിലായി അവൾക്ക് ഉണ്ണിയപ്പം കൊടുത്തു, അപ്പൊ അതും വാങ്ങി ഒരു ഒറ്റ പോക്ക് പോയിന്ന്. ചോറ് കൊടുത്തോ കയ്യിലൊരു കൊത്തു തന്നു. അപ്പഴാ മനസ്സിലായി ചോറിനല്ല ആള് വന്നേക്കണേ. അതെ. അതുപോലെ പക്കാവട, കൊക്കുവട ഉണ്ടാക്കുമ്പോഴും ദിവസം കുറേ തവണ റൗണ്ട് അടിക്കും. അന്നും അവൾക്ക് ചോറ് കൊടുത്താൽ നല്ല കൊത്തു തരും. എന്തേ പക്കാവട തരാത്തത്? അതാണ് ആ കൊത്തിന്റെ അർത്ഥം. കാക്കയ്ക്ക് ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ അറിയാം. അവര് ടേസ്റ്റ് ഉള്ള ഫുഡ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. പക്ഷികളിൽ ഏറ്റവും ബുദ്ധിയുള്ളവരാണ്. അതുകൊണ്ട് കാക്ക ഒരു നിസ്സാരനായി കാണണ്ട. അല്ല, ഇതിപ്പം ഞാൻ പറഞ്ഞത് എവിടേക്കാണ് പോണേ, നിർത്താണ്, ഫുൾ സ്റ്റോപ്പ് എന്ന്. അപ്പൊ അങ്ങനെ സുമ ചേച്ചി വലിയൊരു കമന്റാണ് ഇട്ടേക്കണേ. രമ്യ രതീഷ്, ഹലോ ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്നലെ തൃശ്ശൂർ വന്നു എൻ്റെ കൊച്ചിനെ PC തോമസ് എൻട്രൻസ് കോച്ചിങ് സെന്റർ അഡ്മിഷന്റെ കാര്യത്തിന്. ബസ്സിനാണ് വന്നത്. അപ്പോൾ ഓരോ സ്റ്റോപ്പിന്റെ പേര് കേൾക്കുമ്പോൾ നിങ്ങളെയാണ് ഓർമ്മ. ശക്തൻ ബസ് സ്റ്റാൻഡ്, പിന്നെ പാറമേക്കാവ് അമ്പലത്തിന്റെ മുന്നിലൂടെ പോയപ്പോൾ, അങ്ങനെ വേറെ നിങ്ങൾ പറയാറുള്ള ഓരോ സ്ഥലങ്ങളിലൂടെ പോയപ്പോൾ മൊത്തം നിങ്ങളെ ഓർത്തു. എളന്തുരുത്തിയിലേക്ക് വന്നിണ്ടാവാ? ആണോ? അല്ല, എളന്തുരുത്തിയിൽ കോച്ചിങ് സെന്റർ അല്ല, എളന്തുരുത്തിയിൽ ഹോസ്റ്റലാണ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഗുരുവായൂരാണ് പോയത്. കണ്ണനെ കണ്ട് തൊഴുതു മടങ്ങി. നല്ല തിരക്കായിരുന്നു ഇന്നലെയും. ചൊവ്വ തിരക്ക് പൊതുവെ കുറവാണെന്ന് പറയാറുണ്ടെങ്കിലും ഇപ്പം എല്ലാ ദിവസവും തിരക്ക് തന്നെയാണ്. ഇപ്പം എല്ലാ ദിവസവും തിരക്കാണ്. 10:15 ക്യൂ നിന്ന് 2 മണി കഴിഞ്ഞപ്പോൾ തൊഴുതു. ഞങ്ങൾ എറണാകുളമാണ്. ഇനി അടുത്ത മാസം വരും തൃശ്ശൂർ, കൊച്ചിനെ അവിടെ ചേർക്കാൻ. വീഡിയോ കാണട്ടെ കേട്ടോ, മസിൽ പിടിച്ചിട്ട് ഇളക്കുന്നു. റെജി രാജൻ, വീഡിയോ 29ാമത്തെ മിനിറ്റ് മുതൽ 29:10 വരെ ശ്രദ്ധിച്ച് കണ്ടവർ ആരൊക്കെയുണ്ട്, അതോ ഞാൻ മാത്രമേ ഉള്ളൂ? ഈ കമന്റ് വന്നപ്പോഴാണ് ഞാൻ കണ്ടു നോക്കി. ആ സമയത്ത് എൻ്റെ മുഖത്തിന്റെ ഒരു പ്രത്യേക എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു. അത് ഞാൻ എന്തിട്ടോ നമ്മുടെ ഇമ്രാന ചാർലി അവിടെ എടുക്കണേനെ എന്തോ കാണിച്ച് ജഗ്ഗുവിനോട് എന്തോ ആക്ഷൻ കാണിച്ചതാണ്. കണ്ടുപിടിച്ചു. അതെ. ജിഷു കൃഷ്ണ,
നീ ഇതിരുന്ന് ഇങ്ങനെ വായിക്കണ്ടേ. ഞാൻ ഈ മറ്റേ നാടകത്തില് മറ്റേ ഒന്നും ചെയ്യാണ്ട് ഈ ഭടന്മാര് നിക്കില്ലേ, വായിക്കൂ വത്സ. ഏയ് നീ വായിക്കേ. ഇവിടുന്ന് അങ്ങോട്ടുള്ള ഞാൻ വായിക്കൂ. ഒരു തവണ വായിച്ചപ്പോ ആള് ഞാൻ പറഞ്ഞു, ഈ നാടകത്തിലത്തെ പോലെ ഇരിക്കാം. നീ പിന്നെ വായിച്ചാൽ മതി എന്ന് പറഞ്ഞു. ജിഷു കൃഷ്ണ, റിപ്ലൈ ഉണ്ടാവും എന്ന് വിചാരിച്ച് കണ്ടു, ഇന്നുമില്ല. വീഡിയോ ലാസ്റ്റ് കയറാൻ പറഞ്ഞതാണോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. എൻ്റെ ദൈവമേ, ഈ ജിഷു കൃഷ്ണനെ കൊണ്ട് ഞാൻ തോറ്റു. ആള് കഴിഞ്ഞ കൊല്ലത്തെ ഒരു വീഡിയോ കണ്ടു. കഴിഞ്ഞ കൊല്ലം അതിൻ്റെ മുന്നിലത്തെ കൊല്ലത്തെയാണ് സ്കൂൾ ബാഗ് അത് ഇതൊക്കെ വാങ്ങിക്കാൻ പോയിട്ടുള്ള ഒരു വീഡിയോ. ആ വീഡിയോയിൽ നമ്മൾ ആദ്യം കയറിയിട്ട് ഓട്ടോറിക്ഷയിൽ പിന്നെയാണെന്ന് ജഗ്ഗു കയറിയേ. സാധാരണ മക്കള് കയറിയിട്ടാണല്ലോ അച്ഛനമ്മമാര് കയറാ. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് അങ്ങനെ അവൻ ലാസ്റ്റ് കയറിയെന്നാണ് ചോദ്യം. അങ്ങനെ ആലോചിച്ചിട്ട് കയറണമെന്നല്ല ഇതൊക്കെ. ഞാൻ കയറി, പിന്നെ ചേട്ടൻ കയറിണ്ടാവും, പിന്നെ ജഗ്ഗു കയറിയിട്ടാവും, പിന്നെ നിതിൻ കയറിണ്ടാവുക. അതൊരു മുന്നത്തെ പണ്ടത്തെ വീഡിയോ ആണ്. ഇപ്പൊ ഇട്ട വീഡിയോ കാണിച്ചിട്ടാണ് ആളത് പറയണത്. അപ്പൊ നമ്മള് ഒരു കമന്റ് റീഡിങ്ങിൽ അതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോ കണ്ടിട്ടില്ല. വീണ്ടും എല്ലാ വീഡിയോന്റെയും താഴെ ഇതന്നെ വന്ന് ചോദിച്ചോണ്ടിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, അതിൽ റിപ്ലൈ കൊടുത്തു, കമന്റ് റീഡിങ്ങിൽ റിപ്ലൈ തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ എന്നിട്ട് അതും കണ്ടിട്ടില്ല. അതന്നെ ചോദിച്ചോണ്ടിരിക്കും. പിന്നെ ഇപ്പൊ ഇതും കാണില്ല കേട്ടാ. ഇപ്പൊ ഈ പറയണതൊന്നും കാണില്ല. എന്നിട്ട് ഇനി നാളെ തൊട്ടുള്ള വീഡിയോയിലും ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അടുത്തത് MJ, അരിക്ക കിരിക്ക ആർട്ട് കൂർട്ട് പൂപ്പലും കീപ്പലും ബബ്ലുക്കം കുബ്ലുക്കം. ചേട്ടൻ പറയണതാ. ഗില്ലി ബോസ് എവർ. ഏറ്റവും കൂടുതൽ പറഞ്ഞ ചെറിയേട്ടൻ എന്നെക്കാളും കൂടുതൽ ഒരുവിധം പേരൊക്കെ പറയും. കുറെ തൃശ്ശൂക്കാരുണ്ട് അങ്ങനെ പറയണവര്. ഗില്ലി ബോസ് എവർ. ഇളക്കല്ലേ എന്ന് പറഞ്ഞ് ഇളക്കാനാണ്, മനസ്സിലായോ എന്ന് മിസ്റ്റർ പോഞ്ഞിക്കര കല്യാണരാമൻ ഒപ്പ്. ആ ചേട്ടൻ ഞാൻ ഇളക്കം പോകുന്നില്ല. അതാണ്. വത്സമ മാത്യു, സരിത മോള് അജു കേൾക്കില്ലെങ്കിൽ ആ പ്രിയദർശിനി ബസ്സിൽ കയറി നീലഗിരിക്ക് പോരുമെന്ന്. തരാ, അടിപൊളി. ഊട്ടിയിലേക്ക് തൃശ്ശൂരിൽ നിന്ന് ബസ് ഉണ്ടല്ലേ? നീലഗിരിയിലാണോ അപ്പൊ വത്സമ്മ മാത്യു എന്ന് പറഞ്ഞ ചേച്ചിയുടെ വീട്? അനിത ഷോബി, സരിതക്കുട്ടി ചേച്ചിക്ക് ഒരു പാട്ട് പാടിത്തരാമോ? മാതളപ്പൂ പോലൊരു മാനസം ഞാൻ ഇന്ന് കണ്ടു ശാരികേ. പിന്നെ അജൂസിനോട് പറഞ്ഞ് 2 മാതളത്തൈ കൂടി വാങ്ങി നടണം ട്ടോ. എന്താ മാതളം വെക്കാത്ത നമ്മള്? അതിന് ഞാൻ ആലോചിച്ചപ്പോ ഒരു മാതളം വാങ്ങിച്ചോണ്ടിരാം. പാട്ട് പാട്. പാട്ട് ഞാൻ അടുത്ത അവിടെ കുടിലില് പാചകത്തിന്റെ സമയത്ത് പാടാം. ഒന്നുകൂടി പഠിച്ചിട്ട് പാടാട്ടാ. എനിക്ക് നല്ല ഇഷ്ടമുള്ള പാട്ടാ അത്. ഭയങ്കര ഇഷ്ടം എനിക്ക് ആ പാട്ട്. പക്ഷെ എനിക്കത് പാടാൻ അറിയില്ല. അത് നല്ല ബുദ്ധിമുട്ടാ പാടാൻ. കേൾക്കാൻ ഭയങ്കര രസാ. നാസർ അഹമ്മദ്, പ്രിയപ്പെട്ട അജുവിനും സരിതയ്ക്കും നമസ്കാരം. വിശപ്പിന്റെ അസുഖമുള്ള അജുവിനെ പേടിച്ച് ഏത്തപ്പഴം അലമാരയിൽ വെച്ച് പൂട്ടേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ്. നന്നായിട്ട് ഏത്തപ്പഴം പഴുത്തിട്ട് തിന്നാന്ന് കരുതിയാൽ അതിൻ്റെ കാളമുണ്ടൻ മാത്രമേ ബാക്കി ഉണ്ടാവത്തുള്ളൂ. ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. അജു ഇന്ന് വരെ ഒന്നും മോശമായിട്ട് പറഞ്ഞിട്ടില്ല. എല്ലാം അതിൻ്റെ എക്സ്ട്രീം പറയാറുണ്ട്. ഇന്നത്തെ ആഹാരവും കഴിക്കുന്ന സമയത്ത് അജുവിൻ്റെ എക്സ്ട്രീം അഭിപ്രായമുണ്ടായിരുന്നു. ഇത് ബേക്കറി പോലും ഇങ്ങനത്തെ കിട്ടില്ല. ഇത് കേട്ടപ്പോൾ സരിത ജഗ്ഗുവിന് ഒരു നോട്ടം നോക്കി. ആ നോട്ടത്തിൽ അറിയാം ഇത്രയൊക്കെ വേണോ ചേട്ടാ എന്ന്. കാവയിൽ ആഹാരം ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അജു എന്തെങ്കിലും അഭിപ്രായം പറയുമോ എന്നുള്ള ഭയം സരിതയ്ക്കുണ്ടായിരുന്നു. പറയുന്നുണ്ടെങ്കിൽ പോസിറ്റീവ് മാത്രമേ പറയാവൂ എന്ന് പറഞ്ഞപ്പോൾ അജു സ്ഥലം കാലിയാക്കി. സരിത കാവയിൽ പാത്രത്തിനെ പറഞ്ഞ ഇളക്കൽ ഒരു കലയാക്കി മാറ്റിയപ്പോൾ അജുവിന് അത് ഇഷ്ടപ്പെട്ടില്ല. അജു വന്ന് ഇത് വേറെ തരത്തിൽ ഇളക്കാൻ നോക്കി. നടക്കാതെ വന്നപ്പോൾ പിന്തിരിഞ്ഞോടി. ഒരു കാഴ്ചക്കാരൻ എന്ന നിലയ്ക്ക് എൻ്റെ ഒരു അഭിപ്രായം, കുറച്ച് അരിപ്പൊടി കൂടി ചേർത്തിരുന്നെങ്കിൽ ഒരല്പം മുറുക്കമുണ്ടായേനെ. എന്തായാലും നിങ്ങളുടെ ശ്രമത്തെ അങ്ങേയറ്റം പ്രോത്സാഹിപ്പിക്കുന്നു. നന്മകൾ നേർന്നുകൊണ്ട് നാളത്തെ വീഡിയോ കാണുന്നവരെ നമസ്കാരം. അരിപ്പൊടി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ട്രഡീഷണൽ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഇതിൻ്റെ രീതി മാറുമല്ലോ. മനസ്സിലായില്ലേ? ഇവർ ഇല്ലത്തുണ്ടാക്കി അവർക്ക് സ്കൂൾ വിട്ട് വരുമ്പോൾ അമ്മ ഉണ്ടാക്കി കൊടുക്കണ പലഹാരമാണല്ലോ നമ്മൾ ചെയ്തത്. അതുകൊണ്ടാണ് നമുക്ക് ആവശ്യം പോലെ പിന്നെ അതിലൊക്കെ വേണമെങ്കിൽ മാറ്റങ്ങൾ വരുത്താം. നമുക്ക് മാറ്റങ്ങൾ വരുത്തിയില്ലെന്ന് മാത്രം. ഈ നാസർ അഹമ്മദ് എന്ന് പറഞ്ഞ ഇക്ക നല്ല രസമായിട്ട് കമന്റ് എഴുതുന്ന ആളാ. അടുത്തത് ആൻസ്. ഹായ് ഹലോ അജു സരിത ജഗുമോൻ, നേന്ത്രപ്പഴം കൊണ്ട് സ്പെഷ്യൽ ആൻഡ് ഹെൽത്തി ഡിഷ് ഉണ്ടാക്കി കഴിച്ചു. ഐ തിങ്ക് ദിസ് ഇസ് നോട്ട് സേഫ് ഫോർ ഡയബറ്റിക് പേഷ്യൻസ്. ലിമിറ്റിൽ കഴിച്ചാൽ വെൽ ആൻഡ് ഗുഡ്. താങ്ക് യു ഫോർ ഷെയറിങ്. വരും ദിവസങ്ങളിൽ നേന്ത്രപ്പഴം കൊണ്ടുള്ള വിഭവങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു. ലവ് യു ഓൾ, ഗോഡ് ബ്ലസ്, ബൈ. അതൊക്കെ കഴിഞ്ഞു. അതിന്റെ പിറ്റേ ദിവസം തന്നെ അത് കാരോട് പഴപ്രധാനം ഉണ്ടാക്കി. ലാസ്റ്റ് കൊലകാലി ചേട്ടൻ പറഞ്ഞല്ലോ. ഇനി ഇതുകൊണ്ടില്ല. അയറ, കണ്ണൂർക്കാരുടെ കായ്പോളം ഉണ്ടാക്കി നോക്കൂ. പിന്നെ കായും മുട്ടയും വേറൊരു ഐറ്റമാണ്. കായ്പോളം
അല്ല ഇപ്പൊ വേറൊരു കൊല ഉണ്ടായി പഴുത്ത് വെട്ടിയിട്ടൊക്കെ വേണം. കസാല ഇരിക്കുമ്പോ നല്ല സുഖമായിരുന്നില്ല. ഇടയ്ക്ക് ചാരാം, ഇവിടെ ചാരാൻ പറ്റില്ല. സ്വർഗം. അടുത്തത് മലയാളീസ് ഡാ. സത്യം പറയാലോ, അജുവിന്റെ ചില നേരത്തെ മണ്ടത്തരങ്ങൾ സര ചൂണ്ടിക്കാണിക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ചിരിക്കും, അറിയാതെ ചിരിച്ചു പോകും. ഞാൻ ചിലതൊക്കെ ഞാൻ വിട്ടുകളയും കേൾക്കുമ്പോൾ, ഞാൻ കേൾക്കേണ്ടത്. പക്ഷെ അത് ഇനി എല്ലാതും ഇങ്ങനെ എടുത്തെടുത്ത് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടാവില്ല വെച്ചിട്ട്. പക്ഷെ അത് കമന്റിൽ വരും, സരിത പറയുന്നു വിചാരിച്ചു പക്ഷെ പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട്. ഞാൻ കരുതിക്കൂട്ടി വിട്ടുകളയുന്ന കാര്യങ്ങളായിരിക്കും അത്. അടുത്തത് ശൈലജ എസ് കുറുപ്പ്. പണ്ടൊക്കെ ചിരട്ടയിൽ കുടിച്ചാൽ ദാരിദ്ര്യം വരും എന്ന് പറയും, ഉപ്പ് മാത്രമേ ചിരട്ടയിൽ എടുക്കൂന്ന്. എന്നിട്ട് കറുത്തിരിക്കണ്ടാവും ആ ഉപ്പ്. ചാക്കില് ഉപ്പ് വെച്ചിട്ടുണ്ടാവും പുറത്ത് കടകളില്, അല്ലേ? പെട്ടികളില്, ചിലപ്പോ മരപ്പെട്ടിയിലാവും. ഞാൻ ചാക്കിലൊക്കെ കണ്ടേക്കണേ, മരപ്പെട്ടിയിലാണ് ഉപ്പ് വയ്ക്കുക. എന്നിട്ട് ചിരട്ട, ആ ഉപ്പ് കോരണ ചിരട്ട കറുത്തിരിക്കുന്നു, നല്ല മിനുസായിട്ടിരിക്കും. ബീന, വാ സരിതേ നമുക്ക് അടുപ്പിലേക്ക് പോകാം. സരിത, നമ്മളിവിടെ പുകയുണ്ടിട്ടാ. അടുത്തത് ദീപു ദിവാകരൻ ടി, ദുബായ്. സ്ഥിരം വ്യൂവർ ആണ്, ഫസ്റ്റ് ടൈം കമന്റിങ്, വീഡിയോസ് ഒക്കെ സൂപ്പറാണ്. അടുത്ത RDX. അജു ചേട്ടാ, സരിതേച്ചി, ഞങ്ങളുടെ പാലക്കാട്ടുകാരുടെ ആ കുമ്പളങ്ങിക്കറി കുറ്റം പറഞ്ഞ ക്രിക്കറ്റ് മോനെ പാലക്കാട്ടേക്ക് കയറ്റി വിടൂ, കോഴിയും കുമ്പളങ്ങിയിലും മുക്കിവിടാം. കോഴിയും കുമ്പളങ്ങിക്കറി ഇനിയും കുറ്റം പറഞ്ഞിട്ടില്ല, എന്റെ പാട്ടിനെ കുറ്റം പറഞ്ഞേ. അല്ല, അവനെ ഇങ്ങോട്ട് വരാൻ, അവനെ അവിടെ മുക്കി വിടുന്ന പറഞ്ഞത്. അയ്യോ, ഞാനെന്തോ ഒരു കാര്യം പറയാൻ മറന്നത്. എന്തിട്ടാ? അതിന് ഞാൻ ആലോചിക്കുന്നത് ഇതിനെ പറ്റിയിട്ട് പറഞ്ഞപ്പോ പെട്ടെന്ന് ആലോചന പോയി. സാറില്ല, ഓർമ്മ വരും പറയാം. ഷീജ ഫിലിപ്പ്, എനിക്ക് 60 വയസ്സായി, എൻ്റെ മോൾക്ക് 24 വയസ്സ്. സരിത എൻ്റെ മോളെ പോലെയാണ് ഞാൻ കാണുന്നത്. അതെ അജു തീർച്ചയായും മഹാൻ തന്നെയാണ്, അത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് വേണം. നല്ല പാട്ട് മോളെ, എന്നും പാടണം. അടുത്തത് സീനത്ത് എം എ. പഴംപ്രഥമൻ നന്നായിട്ടുണ്ട്, സരിതയുടെ പാട്ടും സൂപ്പർ. മഞ്ഞിലിരിഞ്ഞ പൂവ സിനിമ ഞാനും കണ്ടിട്ടുണ്ട്, എൻ്റെ വീട് പെരുമ്പിലാവ്. അവിടെ സൈന എന്നു പേരുള്ള സിനിമാ തിയേറ്റർ ഉണ്ടായിരുന്നു, ഓല കൊണ്ടാണ് അതിൻ്റെ മേൽക്കൂര ഫുള്ള്. അന്ന് ടിക്കറ്റിന് 1 രൂപ ആയിരുന്നു, ഏറ്റവും കുറവ് ചാരുബെഞ്ചായിരുന്നു, ബാൽക്കണിക്ക് 5 രൂപ. അടുത്ത വീട്ടിലെ ചേച്ചിമാരുടെ കൂടെ ചെറുപ്പത്തിൽ എല്ലാ സിനിമയ്ക്കും പോകുമായിരുന്നു. വീട്ടിൽ നിന്നും 10 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അവിടെ ഫാൽക്കൺ എന്നു പേരുള്ള മാള് വന്നു, അവിടെ പൃഥ്വിരാജിൻ്റെ മാജിക് ഫ്രെയിംസ് എന്നു പേരുള്ള 4 തിയേറ്ററും ഉണ്ട്. അജുവേട്ടൻ എപ്പോഴും ഒരു നൊസ്റ്റുവിലേക്ക് കൊണ്ടുപോകും. സ്നേഹം മാത്രം. ജഗ്ഗുമോൻ ക്ലാസ് എല്ലാം എങ്ങനെയുണ്ട്, ഹാപ്പി അല്ലേ? എല്ലാവരോടും സ്നേഹം മാത്രം. പെരുമ്പിലാവ് സൈന കേട്ടിട്ടുണ്ട്, പേര് കേട്ടിട്ടുണ്ട്. ഷമോദ് KP. അജുബായ് സരിതമോൾ എന്ത് പറഞ്ഞാലും ഉണ്ടാക്കി കൊടുക്കണം, കാരണം സരിതമോൾ നമ്മുടെ സ്വത്താണ്, മുത്താണ്. അയ്യോ, താങ്ക് യു. ദിനേശ്, അജു നമ്പർ 1 പെൺകോന്തൻ തന്നെ. ആയിക്കോട്ടെ, കുഴപ്പമില്ല. പെൺകോന്തന്റെ അർത്ഥം നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു, എന്താണ് പെൺകോന്തൻ എന്ന്. അതിന് പറയണില്ലേ അതിനെ കുറിച്ചിട്ട്? ഒരാൾ എഴുതിയിട്ടുള്ളതാണ്, പറഞ്ഞോ, ഇനി അടുത്ത് വായിച്ചോ. അതും നമ്മുടെ വീഡിയോകൾ കാണാത്ത ആളാ, കണ്ടെങ്കിൽ ഇങ്ങനെ പറയുമായിരുന്നില്ല. അതായത് ഞാനൊരു പായസം ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞപ്പോൾ ഉണ്ടാക്കി തന്നേനാവും ഈ പെൺകോന്തൻ എന്ന് പറഞ്ഞേക്കണത്. അല്ല, ഇങ്ങനത്തെ ആളുകളൊക്കെ ഇതൊരു ടോക്സിക് ആയിരിക്കില്ലേ? ഇവര് അമ്മയുടെ അടുത്തും ഇവരുടെ ഭാര്യയുടെ അടുത്തും മക്കളുടെ അടുത്തൊക്കെ ഇങ്ങനെയും പെരുമാറുണ്ടാവുക. ഇവരൊക്കെ ഒരു മെയിൽ ഷോവനിസ്റ്റ് പോലെ, പെണ്ണുങ്ങൾ മൊത്തം അടിമകൾ അങ്ങനെയൊക്കെ കാണുന്ന ഒരു ടൈപ്പ് ആളായിരിക്കും. അപ്പം ചേട്ടൻ പറഞ്ഞത് ഞാനൊരു ഇതുണ്ടാക്കി തരുമെന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ ഉണ്ടാക്കി തന്നു. അതിനാണ് മോഹൻലാൽ പറഞ്ഞ അതിനാണ് പറഞ്ഞ പോലെ. രേഖ, പാട്ട് പാടൂ എൻ്റെ സരിത കുട്ടി, ആ പറഞ്ഞവൻ്റെ തലയ്ക്ക് കൊടുക്കുക. അവനെ കിട്ടിയെങ്കിൽ ഞാൻ തലയ്ക്കൊന്ന് കൊടുത്താനെ, അവനെ കിട്ടണ്ടേ? ആരാന്നറിയില്ലല്ലോ, ഫേക്ക് ID വെച്ചിട്ടല്ലേ വേറുള്ള യുവമാര്. ഇങ്ങനെയുള്ളവർക്ക് സ്വന്തം ഫോട്ടോ ഒക്കെ വെച്ചിട്ട് സ്വന്തം ഇത് വെച്ചിട്ട് ഞാൻ ഇന്ന സ്ഥലം ഇന്നതെന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞൂടല്ലേ. ഒരിക്കലും അതൊരു 17 വയസ്സായിട്ടുള്ള ഒരു ചെക്കനല്ല ആ കമന്റ് ഇട്ടാണ്. 17 വയസ്സായിട്ടുള്ള പിള്ളേരൊന്നും ഇപ്പോൾ യൂട്യൂബ് കാണില്ല, അവര് യൂട്യൂബ് തുറക്കില്ല, അവരൊക്കെ ഇൻസ്റ്റഗ്രാമിലാ. ഇങ്ങനത്തെ ലെങ്തി വീഡിയോസ് ഒന്നും അവർ കാണില്ല. പ്രത്യേകിച്ച് ഇനി കോഴിയും കുമ്പളങ്ങ കറി, അതെന്തായാലും ഒരു പെണ്ണാണ്, അല്ലെങ്കിൽ ഒരാണായിരിക്കാം, മിക്കവാറും പെണ്ണാണ്. അത് എൻ്റെ പ്രായം അങ്ങനെയൊക്കെയുള്ളവരായിരിക്കാം, അങ്ങനെയുള്ളവരാണ് അത് ഇട്ടേക്കണം. ഉഷ ഷാജി, തളരരുത്, ആരെന്ത് പറഞ്ഞാലും സരിത പാട്ട് നിർത്തിയത്. ആര് നിർത്തുന്നു? നന്നായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ആ വീഡിയോയിൽ തന്നെ പാടിയില്ലേ അല്ലേ? അജു പൂർണ്ണചന്ദ്രനെ പോലെയാണ് അജുവിൻ്റെ ചിരി. അടുത്തത് ജയ രവീന്ദ്രൻ. വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ ഒരു പാപ്പൻ തൃശ്ശൂർ മാർക്കറ്റിൽ കുരുമുളക് വിൽക്കാൻ കൊണ്ടുപോയി. പാപ്പൻ്റെ വീട് ചിറക്കോട്. കുരുമുളകിന് മാർക്കറ്റിൽ വില വളരെ കുറവാണ് കണ്ടത്, അത് കാരണം കുരുമുളക് കൊടുക്കാതെ തിരിച്ചു കൊണ്ടുപോന്നു.
വീട്ടിൽ വന്നിട്ട് ആള് പറഞ്ഞു ഇനി മുളക് പൊടി ഉപയോഗിക്കേണ്ട, എല്ലാ കറികൾക്കും കുരുമുളക് ഉപയോഗിച്ചാൽ മതിയെന്ന്. നിങ്ങളുടെ കായക്കൊല കഥ കേട്ടപ്പോൾ അത് ഓർത്തുപോയി. അതൊക്കെ പിന്നെയുണ്ട്. കുരുമുളക് എടുത്തു വെച്ച് കേടാവില്ല. ഇത് 50 കായക്കൊല ഇവര് പുറത്ത് കൊടുക്കാണ്ട് വില കിട്ടില്ല എന്നിട്ട് ഫുള്ള് തിന്ന് കഴിച്ചപ്പോ. സ്പൈസ്ഡ് അപ്പ്. ദ പീപ്പിൾ യു ആർ ഹാപ്പി satisfied will sing Sarida. You can sing whenever you want. I also like to sing and dance. Sometimes I does this with my patients. Love, regards from Germany. Regards from Germany to Ajubro and Jaggu. ഡോക്ടറോ അല്ലെങ്കിൽ നേഴ്സോ ആണെന്ന് തോന്നുന്നുണ്ട്. ഡോക്ടറാവും. പേഷ്യൻസിൻ്റെ ഒപ്പം പാട്ടുപാടി ഡാൻസ് കളിക്കാറുണ്ട്. അടിപൊളി. ജ്യോതിലക്ഷ്മി, എനിക്ക് നിങ്ങൾ ഇഷ്ടമുണ്ടായിരുന്നില്ല, പ്രത്യേകിച്ച് സരിതയെ. നോ പ്രോബ്ലം. എനിക്കറിയാം, എനിക്ക് നെഗറ്റീവ് കമൻറ്റ് വരുന്നവരോട് പറയും നിങ്ങൾ കുറച്ച് നാൾ അടുപ്പിച്ച് വീഡിയോ കാണും, അപ്പം നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെടും. എന്നാൽ കുറേ നാളുകൾ മുമ്പ് ഞാൻ നിങ്ങളുടെ ഒരു വീഡിയോ കണ്ടു. അതിനുശേഷം ഇന്ന് വരെ യൂട്യൂബ് എടുത്താൽ എന്നും ആദ്യം നിങ്ങളുടെ വീഡിയോ ആണ് കാണുക. അത് ഏത് വീഡിയോ ആയിരിക്കും? ഏത് വീഡിയോ കണ്ടപ്പോഴോ എന്നെ ഇഷ്ടമുണ്ടാകുക? ഒന്നുകിൽ പ്രഗ്നൻസി സ്റ്റോറിയാവും, അല്ലെങ്കിൽ ട്യൂമർ സ്റ്റോറിയാവും. പാട്ട് നിർത്തരുത് സരിതേ. എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ് പാടാൻ, പക്ഷേ പാടാനുള്ള കഴിവില്ല. ആ കഴിവ് ഒരു ഭാഗ്യം തന്നെയാണ് സരിത കുട്ടി. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. സന്തോഷം. ഗില്ലി ബോസെവർ, ചെളിയിൽ നിന്ന്, അതായത് മണ്ണിൽ നിന്ന് പാട്ട് പാടിയ ചരിത്രമുള്ള ആളുകളോടാണോടാ ബാല, അതായത് പൈതലെ, എന്നു മുതലാണ് മലയാളിക്ക് ചെളി അലർജി ചെയ്ത് ചെളിപ്പാട്ട് എന്ന് പറഞ്ഞതിനാണ്. സരിത ചേച്ചി അടുത്ത തവണ ഒരു നാടൻ കൃഷിപ്പാട്ട് പാടണം. മലയാള തനിമയുള്ള നമ്മുടെ കൃഷിപ്പാട്ടുകൾ ഇപ്പോൾ ബംഗാളികളാണ് പാടുന്നത് എന്നാണ് അറിവ്. കൃഷിപ്പാട്ട്, അയ്യോ കൃഷിപ്പാട്ടുകള് ജഗ്ഗുവിന് സ്കൂളിലുണ്ടായിരുന്നു. ഞാനത് നോക്കട്ടെ ഏട്ടാ. റോണി ജോൺ എന്ന് പറയണത് നമ്മുടെ റോണിയിലേ, ഇറ്റലിയിലത്തെ അവളാണ്. ഇന്നാളൊരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, എനിക്ക് മനസ്സിലായില്ല അതാ റോണിയാന്ന്. സരിത കഴിവുകളൊന്നും കുഴിച്ചു മൂടാനുള്ളതല്ല, അത് ആർക്കു വേണ്ടിയും മാറ്റിവെക്കരുത്. കുറ്റവും കുറവുകളും പറയുന്നവർ പൊട്ടക്കുളത്തിലെ തവളകളാണ്. കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ഈ വീഡിയോ എല്ലാം കണ്ട് സന്തോഷിക്കാം. ഓൾ ദ ബെസ്റ്റ് സരിത. റോണി റിജോ ഫ്ലോറൻസ്. അപ്പോൾ ആളവിടെ നഴ്സാണ് ഇറ്റലിയിൽ. ജെമിനി അച്ചു, ഞാനാണ് ഈ ജെമിനി അച്ചു എന്ന ഞാൻ 52 വയസ്സുള്ള ഒരു അമ്മയാണ്. എനിക്ക് സരിതയെ സരിത കുട്ടി എന്ന് വിളിക്കാം. അതിൽ എനിക്ക് യാതൊരു തെറ്റും തോന്നുന്നില്ല. ഞാൻ എന്നെക്കാളും കുറച്ച് പ്രായം കുറഞ്ഞവരെ കൊച്ചേ, മോളെ, കുട്ടി, കുഞ്ഞേ എന്നൊക്കെയാണ് വിളിക്കാറ്. അത് അവരോടുള്ള സ്നേഹം കൊണ്ടാണ്. അതിനെ മറ്റൊരർത്ഥത്തിൽ കാണേണ്ട കാര്യമില്ല ട്ടോ. ചുമ്മാ ഒരു റിപ്ലൈ. ജെമിനി അച്ചു എന്ന് പറഞ്ഞ ഈ ചേച്ചി എന്നെ സരിത കുട്ടി എന്ന് വിളിച്ചതിൻ്റെ അടിയിലാണ് അവൻ വന്ന് കമന്റ് ഇട്ടെ. മറ്റവൻ ക്രിക്കറ്റ് ആൻഡ് ഇൻ ബ്ലഡ്. ഈ തള്ളേനെയൊക്കെ അങ്ങനെ പറഞ്ഞില്ലേ, ഈ ആന്റീനെയൊക്കെ കൊച്ചേന്ന് കുട്ടീന്ന് വിളിക്കുകയാണെങ്കിൽ ഈ 17 വയസ്സായി എന്നെ എന്ത് വിളിക്കുന്നു? അപ്പോഴാണ് ഇവൻ 17 വയസ്സുകാരനാണെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പൊ 17 വയസ്സുള്ള ഒരാൾ ഒരിക്കലും വന്നിട്ട് നമ്മളെ അങ്ങനെ എന്നെ മോശമാക്കി കുറ്റം പറഞ്ഞിട്ടൊരു കമന്റ് ഇടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സൈക്കോളജി. മീന ശ്രീധരൻ, മഞ്ഞൾ വിരിഞ്ഞ പൂവ് തൃശ്ശൂർ രാഗത്തിൽ ഇടി കൊണ്ട് ടിക്കറ്റ് എടുത്ത് കണ്ട പടം. പാരീസ് മിഠായി ഇപ്പോൾ ഉണ്ടോയെന്നറിയില്ല. പായസം സൂപ്പർ. സരിതകുട്ടി പാട്ട് നിർത്തരുതിട്ടോ. ഞങ്ങളെപ്പോലെയുള്ള അമ്മമാർക്ക് ഒരുപാട് ഇഷ്ടമുള്ള പാട്ടുകളാണ് മോള് പാടുന്നത്. ഗിരി കാശി, അജയ് സരിതയെ ഞാൻ ഗിരിപ്രസാദ്. പാട്ട് സൂപ്പർ, ഇനിയും പാടണം. സരിതയുടെ പാട്ടും നിങ്ങളുടെ വർത്തമാനങ്ങളും എല്ലാം നമുക്ക് വലിയ സന്തോഷം തരുന്ന നിമിഷങ്ങളാണ്. മഞ്ഞൾ വിരിഞ്ഞ പൂക്കളിൽ ഈ പാട്ട് കേൾക്കുമ്പോൾ എപ്പോൾ കേട്ടാലും മനസ്സൊന്ന് കിടുങ്ങും. ഈ സിനിമയിലെ ശങ്കറിൻ്റെയും പൂർണിമ ജയറാമിൻ്റെയും പ്രണയം കണ്ട് എൻ്റെ അന്നത്തെ കൊച്ചു പയ്യൻ്റെ മനസ്സിൽ ഒരു പ്രണയം മുട്ടിട്ടു. എൻ്റെ വീടിനടുത്തുള്ള പേര് പറയുന്നില്ല കുട്ടിയെ ഞാൻ സ്വയം അങ്ങോട്ട് പ്രണയിക്കാൻ തുടങ്ങി. അങ്ങനെ ആ കുട്ടി രാവിലെ പഠിക്കാൻ പോകുമ്പോൾ ഞാനും ആ കുട്ടിയുടെ പുറകെ പോയി സ്വയം ശങ്കറായി മഞ്ഞണിക്കൊമ്പ് പാടും. അങ്ങനെ എൻ്റെ മഞ്ഞണിക്കൊമ്പ് അവളുടെ വീട്ടിലെത്തി. ആ മഞ്ഞണിക്കൊമ്പും എടുത്തു പിടിച്ച് അവളുടെ അമ്മ എൻ്റെ വീട്ടിൽ വന്നു. എൻ്റെ അമ്മയെ വിളിച്ചു പറഞ്ഞു, നിൻ്റെ മഞ്ഞണിക്കൊമ്പ് വീട്ടിലുണ്ടോ എന്ന്. എൻ്റെ അമ്മയ്ക്ക് കാര്യം ആദ്യം മനസ്സിലായില്ല. പിന്നെ അവർ വിവരിച്ച് കാര്യം എൻ്റെ അമ്മയെ ബോധ്യപ്പെടുത്തി. ഇതൊന്നും അറിയാതെ ഞാൻ എന്നത്തെയും പോലെ രാവിലെ അവൾക്ക് വേണ്ടി മഞ്ഞണിക്കൊമ്പും പാടി വീട്ടിൽ തിരിച്ചു വന്നു. വന്ന പാടെ അമ്മ എന്നോട് ചോദിച്ചു, നീ മഞ്ഞണിക്കൊമ്പ് പാടി അപ്പുറത്തെ കൊച്ചിനെ പിറകെ പോയി ശല്യം ചെയ്യുന്നുണ്ടോ? അമ്മയുടെ ആ ചോദ്യത്തിന് മുന്നിൽ ഞാൻ ഉരുക്കി വീണു. എൻ്റെ അവസ്ഥ കണ്ടിട്ട് അമ്മ ഒന്നും പറഞ്ഞില്ല. പക്ഷെ ഞാൻ വിട്ടില്ല. അവളെ കണ്ടു. നീ എന്നോട് ഈ ചതി ചെയ്യാൻ പാടില്ലായിരുന്നു. നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരായിരുന്നു. വീട്ടിൽ പറഞ്ഞത് ശരിയായില്ല എന്നും പറഞ്ഞ് എൻ്റെ മഞ്ഞണിക്കൊമ്പ് അവസാനിപ്പിച്ചു. പിന്നെ ഞാൻ പാടിയത് അവളുടെ കല്യാണ തലേന്ന്. അന്ന് ആണ് ഞാൻ വീണ്ടും ആ മഞ്ഞണിക്കൊമ്പിൽ വീണ്ടും പാടി അവളുടെ കല്യാണ തലേന്ന്
മഞ്ഞണിക്കൊമ്പിൽ പറഞ്ഞിട്ട് പാടിയിരുന്നു. എന്തെല്ലാം കാര്യങ്ങളല്ലേ. ഓർമ്മകൾ വരുന്ന കണ്ടല്ലേ ആളുകൾക്ക്. ശാന്തി വിജയൻ, നമസ്കാരം അജൂസ് വേൾഡ്. ശരിയാണ്, അജു കമ്മതി എന്ന വാക്ക് ചെറുപ്പത്തിൽ ഞാനും കേട്ടിട്ടുണ്ട്. മൊത്തത്തിൽ വില പറഞ്ഞെടുക്കുന്നതിനാണ് അങ്ങനെ പറയാറ്, ഹോൾസെയിൽ വില, അതാണ് സംഭവം. അജു മഞ്ഞിൽ വിരിഞ്ഞ പൂവിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ ചില ഓർമ്മകളും. എൻ്റെ അമ്മ വീട് കൊച്ചിയാണ്. അവധിക്കാലത്ത് അമ്മയുടെ സഹോദരിമാർ ഞങ്ങളുടെ വീട്ടിൽ വരും. ആയിടയ്ക്കാണ് മഞ്ഞിൽ വിരിഞ്ഞ പൂ എന്ന സിനിമ ഇറങ്ങിയത്. പത്രത്തിൽ അതിൻ്റെ പരസ്യം കണ്ട് അമ്മയുടെ അനുജത്തി, എൻ്റെ അതേ പ്രായമുള്ള ചിറ്റ, അന്നൊക്കെ അവരൊക്കെ അമ്മോളൊക്കെ ഒരുമിച്ച് പ്രസവിക്കില്ലോ, അത് കാരണം നമ്മുടെ ഇളയമ്മമാരൊക്കെ നമ്മുടെ പ്രായക്കാരുണ്ടാവും. എന്നോട് ഇതിൽ നിനക്ക് ആരെയാണ് ഇഷ്ടം എന്ന് ചോദിച്ചു. പൂർണിമ, ശങ്കർ, മോഹൻലാൽ ഇവരുടെ പടം ആയിരുന്നു അതിലുണ്ടായിരുന്നത്. ഇതിൽ ആരെയാണ് ഇഷ്ടം എന്ന് ചോദിച്ചു. 3 പേരും പുതുമുഖങ്ങൾ. ചിറ്റമാരൊക്കെ ആ സിനിമ കണ്ടതാണ്. ഞാനാണെങ്കിൽ അത് കണ്ടിട്ടില്ല, അതുകൊണ്ട് അറിയില്ലല്ലോ ഇതിലത്തെ വില്ലനാരെന്നൊന്നും അറിയില്ല. മോഹൻലാലിന്റെ പടം തൊട്ട് കാണിച്ചിട്ട് ഇയാളെയാണ് ഇഷ്ടം എന്ന് പറഞ്ഞു. അയ്യേ ഇവൻ ദുഷ്ടനാണ്, ഇവനാണ് പാവം എന്ന് പറഞ്ഞു ശങ്കറിനെ കാണിച്ചിട്ട്. സിനിമ കാണാത്തതുകൊണ്ട് പിന്നെ ഞാനൊന്നും പറഞ്ഞില്ല. കുറേ കാലം കഴിഞ്ഞ് ഒരിക്കൽ ഞാനും ചിറ്റന്മാരും സംസാരിച്ച കൂട്ടത്തിൽ ഇക്കാര്യം പറയുകയുണ്ടായി. അപ്പോൾ അവർ പറഞ്ഞു, നിന്റെ നാക്ക് ഫലിച്ചു, മോഹൻലാലിനെയാണ് ഇപ്പം എല്ലാവർക്കും ഇഷ്ടമെന്ന്. പായസം കണ്ടിട്ട് കൊതിയായി. സരിത ധൈര്യമായി പാടിക്കോളൂ, ഞങ്ങളുണ്ട് കേൾക്കാൻ. ചങ്ങാലിക്കോടൻ വാഴ നിങ്ങളുടെ വീട്ടിലുണ്ടോ? എന്താണ് ഇതിൻ്റെ പ്രത്യേകത അജു? അറിയാത്തതുകൊണ്ടാണ് കേട്ടോ. സ്നേഹാശംസകളോടെ ശാന്തി ചേച്ചി. ചങ്ങാലിക്കോടൻ നമ്മുടെ വീട്ടിലില്ലേ, ഉണ്ടായിരുന്നു, ഒരു കൊല്ലം കിട്ടിയിട്ടുണ്ടായിരുന്നു. ചങ്ങാലിക്കോടൻ ഇവിടെയൊക്കെ മറ്റേ കാഴ്ച കൊലയ്ക്ക് ഏറ്റ് ഗുരുവായൂർ അമ്പലത്തിലൊക്കെ അതിന് ഭൗമസൂചിക പദവിയൊക്കെ ഉള്ളതാണ് ചങ്ങാലിക്കുടൻ. ഭയങ്കര ടേസ്റ്റുള്ള ഒരു പഴമാണ്. നേന്ത്രപ്പഴങ്ങളിൽ ഒരു 1ാം സ്ഥാനത്ത് തന്നെ നിൽക്കുന്ന ഒരു പഴമാണ്. മലയാളികളുടെ ഇങ്ങനെ പറയില്ല, നമ്മൾ പറയില്ലേ സ്വകാര്യ അഹങ്കാരം എന്നൊക്കെ പറയില്ലേ, അതുപോലൊരു പഴമാണ്. അവിടെ വിളയുമെന്നറിയില്ല കേട്ടാ, ചങ്ങനാശ്ശേരി വശത്ത് വിളയുമെന്നറിയില്ല. ഈ സാധനം വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുമെന്നറിയില്ല. മണ്ണിനുണ്ട് പ്രത്യേകതകൾ. ആ മണ്ണിലുണ്ടാവുന്ന പഴത്തിനാണ് ടേസ്റ്റ്. ഇപ്പം ആ വശങ്ങളിൽ ഈ കേച്ചേരി, മറ്റേ വടക്കാഞ്ചേരി, ആ സൈഡ് എരുമപ്പെട്ടി സൈഡിലാണ് ഇത് മെയിനായിട്ട് കൃഷി ചെയ്യുന്നത്. അവിടെ ഉണ്ടാവുന്ന ടേസ്റ്റ് ഇവിടെ വയ്ക്കുമ്പോൾ ഉണ്ടാവണമെന്നില്ലാന്ന്. മണ്ണിന് ചില പ്രത്യേകതകളുണ്ട്. അതന്നെ, അത് നമ്മൾ മറയൂർ ശർക്കരയുടെ അവിടെ പോയി പറഞ്ഞില്ലേ, കരിമ്പ് എല്ലായിടത്തും കരിമ്പിന്റെ നീരിന് ഒരേ ടേസ്റ്റ് അല്ല, അതുകൊണ്ട് തന്നെ കരിമ്പിൻ നീരിൽ നിന്ന് എടുക്കണ പഞ്ചസാരയിലും അല്ലെങ്കിൽ ഈ ശർക്കരയ്ക്കും വ്യത്യാസമുണ്ട്. ബിന്ദു പ്രസാദ്, പൊന്നജുവേ ഇങ്ങനെ കൊതിപ്പിച്ച് കൊല്ലല്ലേ, ചെങ്ങന്നൂരിൽ നിന്ന് തൃശ്ശൂർ വരെ ദൂരം ഒന്ന് കുറച്ച് തരണേ ഭഗവാനെ, ഇല്ലെങ്കിൽ ഇവറ്റകളുടെ വയറ് മിക്കവാറും ചീത്തി ഇവിടെ ഇരുന്ന് കൊതി പിടിച്ചിട്ട്. എന്തായാലും സൂപ്പർ പായസം സരിതകുട്ടിയുടെ പാട്ടസലായി. തോമസ് മംഗലം, നമസ്കാരം ഉണ്ട് ട്ടാ. തീരാൻ പോണു 4 എണ്ണം എടുത്ത് സരിതയ്ക്ക് പഴപ്രഥമൻ, ബാക്കി 8 എണ്ണം എനിക്കുള്ളതാണ്. പാവം, ഇതുവരെ ഒരെണ്ണം എടുക്കാതെ പോലെ. പണ്ട് ചാളക്കൂട്ടം ഉണ്ടാക്കിയ ചട്ടിക്ക് വേണ്ടി കാത്തിരുന്ന പോലെ കാത്തിരിക്കുകയായിരുന്നു. അതേ സരിത, ആ കൊലയിൽ മൊത്തം എത്ര എണ്ണം? അതേ സരിത, ആ കൊലയിൽ മൊത്തം എത്ര എണ്ണം ഉണ്ടായിരുന്നു? അജുക്കുട്ടം മാത്രം എത്ര എണ്ണം തിന്നു? സത്യം പറയണം, സത്യം മാത്രമേ ബോധിപ്പിക്കാവൂ. എനിക്ക് എണ്ണാൻ പറ്റിയില്ല ചേട്ടാ. ഏതാണ്ടൊക്കെ ചേട്ടൻ തന്നെ കഴിച്ചാണ്. 1 2 ഞാൻ മാക്സിമം കഴിച്ചിട്ടുണ്ടാവും. 2 ഞാൻ കഴിച്ചിട്ടുണ്ടാവും. അസലിളങ്കാറ്റ് ഉണ്ടെങ്കിൽ തേങ്ങാക്കുലകൾ അസലായി ആടും എന്ന് ഏതോ ഒരു മഹാകവി പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ സരിതയുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തു, കലക്കിയിട്ടുണ്ട്. സരിത 1 കപ്പ് ചൂട് കാരണം ഊതി കുടിക്കണം. നേരെ കൊണ്ട് സരിതയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ പായസം ആള് 2 വലിയ തേങ്ങ ആയാണ് പാല് പിഴിയാൻ എടുത്തത്. ആ ചിരട്ട പായസം ടേസ്റ്റ് ചെയ്തു. ശ്രദ്ധിക്കുക, ടേസ്റ്റ് മാത്രമേ ചെയ്തുള്ളൂ കേട്ടോ. ചൂടാറിയിട്ടേ ശരിക്കും കഴിക്കുകയുള്ളൂ. പായസം അതെ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഞാൻ 2 ഗ്ലാസ് തന്നെ കുടിച്ചിട്ടുള്ളൂ. അതും 2ാമത്തെ ഗ്ലാസ് എനിക്ക് മുഴുവനാക്കാൻ പറ്റിയില്ലേ പിറ്റേ ദിവസം കുടിച്ചപ്പോൾ. അതും ഏകദേശം ചേട്ടൻ തന്നെ പിന്നെ അല്ല ജണ്ണു കൊണ്ട് കൊടുത്തു. പിന്നെ അതിൽ കുറേ പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ട് അത് നന്നായിട്ട് അരയ്ക്കണമെന്ന്. ശരിയാ, സദ്യയുടെ പായസം കുടിക്കാൻ എന്തൊരു ടേസ്റ്റാന്ന് പറയുക. മിക്സിയിൽ അരയ്ക്കും. അത് കട്ടകൾ ചെറിയ ചെറിയ നൈസ് കട്ടകൾ. അത് എന്താ വെച്ചില്ലേ, ഭയങ്കരമായിട്ട് പഴുത്തിട്ടുള്ള പഴമല്ല. പിന്നെ നമ്മൾ ഇതുകൊണ്ട് ഉടയ്ക്കാണ് ചെയ്തത്. പണ്ട് കാലത്ത് മിക്സിയിൽ ആരടിക്കുന്നു? നല്ല പഴുത്ത പഴമാണ് കൊടുത്തിട്ട്. പണ്ട് കാലത്തെ പോലെ ഉണ്ടാക്കണമെന്നല്ലേ പറഞ്ഞു ഞാൻ. പണ്ട് കാലത്ത് നന്നായി പഴുത്ത പഴം ഇതിന് ഉപയോഗിക്കുക. അപ്പൊ അതുകൊണ്ട് അത് ഭയങ്കരമായിട്ട് ഉടയും പുഴുങ്ങി കഴിഞ്ഞാൽ. എന്നാലും അടിപൊളി ഇല്ലായിരുന്നേ, അടപ്രഥമന്റെ ടേസ്റ്റ് ആയിരുന്നു. അത് ഇത്തിരി കൂടി ടേസ്റ്റിൽ കുടിക്കായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞ. നന്നായിട്ട് അരച്ചിരുന്നെങ്കിൽ മിക്സിയിൽ മസിൽ പിടിച്ചവിടെ ഇരിക്കും. ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ KA ജോയ് കള്ളിക്കാടൻ, നിന്റെ മോഹങ്ങൾ പൂവണിഞ്ഞു. അവസാന മിനിറ്റിലുള്ള അജുവിന്റെ നിഷ്കളങ്ക മുഖം. സുമാ അപ്പു, രാവിലെ തന്നെ കൊതിപ്പിച്ചു. മധുരം എങ്ങനെയൊക്കെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുക, എന്നിട്ട് 2 ആളും കൂടെ കൊതിപ്പിക്കാനായി. നന്നായിട്ടുണ്ട്. ഷീബ മുരളി, സരിത പറഞ്ഞത് കറക്റ്റാണ്. നമ്മുടെ വീട്ടിൽ എന്ത് ഫംഗ്ഷൻ ഉണ്ടായാലും അപ്പോൾ നല്ല ഫുഡൊന്നും കഴിക്കാൻ തോന്നില്ല. പിന്നെ ആയിരിക്കും അത് കിട്ടിയിരുന്നെങ്കിൽ കഴിക്കാമായിരുന്നു എന്ന് തോന്നുന്നത്. പിന്നെ ഒരു കുറ്റബോധമായിരിക്കും.
കുറ്റബോധമല്ല, ഉം. നിരാശാബോധം കൊണ്ടേ പിന്നെ അതാണ് അതുണ്ടാക്കലില്ല. ആലോചിക്കുമ്പോ സങ്കടം വരും. കല്യാണങ്ങളൊക്കെ വരുമ്പോ നമ്മുടെ വീട്ടിൽ ഇവിടെയൊക്കെ എത്ര കല്യാണങ്ങളാണ് വന്നുള്ളൂ. ഒരൊറ്റ കല്യാണത്തിന് പോലും ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല മര്യാദയ്ക്ക്. കഴിക്കാൻ തോന്നില്ല. അന്നത്തെ ഒരു എക്സൈറ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവില്ല നമ്മുടെ വീട്ടിലത്തെ പരിപാടി ആകുമ്പോൾ. പിന്നീട് എന്നിട്ട് ഭയങ്കര വിഷമം. ഈ ഷീബ മുരളി നമ്മുടെ ഷീബ ചേച്ചിയാണോ? അറിയില്ല, മുരളിയേട്ടൻ്റെ ഭാര്യ. ചിലപ്പോ. ശിവദാസ് അമ്പലപ്പറ്റ. കൂർക്കുപ്പേരിയും വെണ്ടയ്ക്കപ്പുളിയും കൂട്ടിയുള്ള അജുവിൻ്റെ ഊണ് അടിപൊളി. 2 ഉരുള സരിതയ്ക്കും കിട്ടി. അടിപൊളിയായെന്ന് സരിതയും പറഞ്ഞു. അങ്ങനെ പുതിയ ഷൂ ഒക്കെ വാങ്ങി അജു ഡാൻസ് പഠിക്കാൻ പോകുന്നു എന്നറിഞ്ഞതിൽ സന്തോഷം. തുറുപ്പുകുലാൻ മമ്മൂട്ടിയായി മാറരുതേ എന്നൊരു അപേക്ഷയുണ്ട്. ഷൈനോ ചിരിച്ചു ചത്തു. ഡാൻസ് പഠിപ്പിക്കുന്ന ആൾ കൊള്ളാം. എന്തായാലും ആഗ്രഹം അല്ലേ, നടക്കട്ടെ. ചാച്ചിപ്പിട്ടി ദൈവങ്ങളെ കാത്തോളണേ. ബിന്ദു ധനജൻ. അജു ഡാൻസ് പഠിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മത് തുറുപ്പുകുലാൻ സിനിമയിൽ മമ്മൂട്ടി ഡാൻസ് പഠിക്കുന്നതാ. ഈ കുട്ടി എന്റെ കാലും വെച്ച് ചവിട്ടി എന്ന പരാതി കേൾക്കേണ്ടി വരില്ലല്ലോ. അത് ഭാഗ്യമായി കരുതിയാൽ മതി സരിതേ. റിനു ഗിലീഷ്. അജു ചേട്ടൻ നിഷ്കളങ്കനായ വ്യക്തിയാണ്. ചേട്ടൻ്റെ സംസാരം കേൾക്കാൻ തന്നെ നല്ല രസമാണ്. ശേഖർ. ഐ ഹാവ് എ ഫ്രണ്ട് ഹു ഹാസ് എ സെയിം ക്യാരക്ടർ ആസ് അജു ചേട്ടൻ. ഹി വിൽ ആസ്ക് ഫോർ ഒപ്പീനിയൻസ് ഫ്രം അസ് ബട്ട് ഫൈനലി വിൽ ഡു വാട്ട് ഹി ഹാസ് ഡിസൈഡഡ്. ഹിസ് നെയിം ഈസ് ഓൾസോ അജു. ചോദിക്കില്ലേ? ആളും ചോദിക്കുന്നു, എല്ലാ അഭിപ്രായം ചോദിക്കുന്നു. എന്നിട്ട് ആൾക്ക് എന്നിട്ട് തോന്നി അത് ആള് ചെയ്യുള്ളൂ. ആളുടെ പേര് അജു എന്ന് തന്നെയാണ്. മുനീർ. തുറുപ്പുകുലാനിൽ മമ്മൂട്ടി കളിക്കാമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് പറ്റില്ല ലേ അജു. അനിത പി. 10:46. ചേട്ടൻ മേടിച്ചോ? സരിതയ്ക്ക് അസൂയാണ്. അജു കളിച്ചോ ഡാൻസ്? ഓ ഒരു കലാകാരി. സിംപ്ലി ജോക്കിംഗ് ടാ. സരിതയുടെ മ്യൂസിക് ക്ലാസ് എന്തായി? അജുവിന് ജോയിൻ ചെയ്തൂടെ? അജു ഡാൻസ് ചെയ്തോട്ടാ. ലതാ മോഹൻ. സരിത നോക്കിയോ മ്യൂസിക് ക്ലാസ്? ദിവരെ നമ്മൾ പർച്ചേസിങ്ങിനൊക്കെ പോകാൻ തുടങ്ങിയില്ലേ, അപ്പം നിർത്തിയതാ. പിന്നെ റീസ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഇതുവരെ. 10:46. അജുയുടെ അയ്യോ അത് കഴിഞ്ഞല്ലേ. ലതാ മോഹൻ. സരിത നോക്കിക്കോ, ഒരു ദിവസം അജു ഡാൻസ് മാസ്റ്റർ വിക്രത്തെ പോലെ സരിതയുടെ മുന്നിൽ വന്ന് നിൽക്കും. അന്ന് സരിത മുദ്ര ശ്രദ്ധിച്ചോണം. കാരണം ശ്രദ്ധിക്കാൻ മുദ്ര മാത്രമേ കാണുകയുള്ളൂ. ഗീതമ്മ സുഭാഷ്. അജുവേട്ടാ ഇതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്ത് നൃത്തം പഠിക്കണം. ലൈല ചേക്കപ്പ്. അജുവേട്ടൻ ഡാൻസ് കാണാൻ കട്ട വെയിറ്റിംഗ്. അത് ഓർക്കുമ്പോൾ കുളിരി വരുന്നു. പ്രിൻസിദാസ്. അജുവേ പഴങ്കുല എന്തിയേ, ഞാൻ എന്നും അജുവിന്റെ തോളിൽ കുല കാണും എന്ന് വിചാരിച്ചു ഇന്നും. ലിസി റിച്ച. അജു ഡാൻസ് പഠിക്കുന്ന ഏജ് കഴിഞ്ഞു എന്ന് തോന്നുന്നു. നടുവിലങ്ങല്ലേ, അങ്ങനെയും പറയുന്നുണ്ട് ചിലവര്. സുമി എം ജെ. അജു ചേട്ടനെ പോലെ എനിക്കും എൻ്റെ മകനും ജെമിനിയോട് സംസാരിക്കാറുണ്ട്. നാട്ടുരാജ എന്നാണ് ജെമിനിയെ വിളിക്കുന്നത്. ബിന്ദു പ്രസാദ്. ഇന്ദ്രവല്ലരി പൂച്ചൂടിവരും. ആ പാട്ട് സരിതക്കുട്ടി ഒന്ന് മൂളിട്ട് നിർത്തി. ദുഷ്ടി. ഞാൻ കൂട്ടില്ല. നിങ്ങളുടെ വീഡിയോ ഞാൻ കാത്തിരിക്കും ആദ്യമേ കാണാൻ. പക്ഷെ മിക്കവാറും ലേറ്റ് ആയിട്ടാണ് എനിക്ക് നോട്ടിഫിക്കേഷൻ വരുന്നത്. എന്തായാലും കലക്കി. സൂപ്പർ വീഡിയോ. ഈ കറി സൂപ്പറാണ്. ഞാൻ ഉണ്ടാക്കി നോക്കും. അജുവിന് ഇന്ന് ഊണ് കുശാൽ. വിനോദിനി കെ പി. സരിത ഹായ്. ചന്ദ്രകളഭം ചാർത്തി ഉറങ്ങും തീരം എന്ന പാട്ട് പാടുമോ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണ്. പാടാം. എനിക്കും ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. അടുത്തത് രജിത്ത് പ്രവീൺ കുമാർ. ഞാനും ഇങ്ങനെയാണ് അജു ചേട്ടാ. ഡാൻസും എനിക്ക് പറ്റില്ല, പാട്ടും പറ്റില്ല. എന്നാലൊരു ആഗ്രഹമാണ്. എങ്കിലും നമ്മുടെ ആഗ്രഹം എന്തെങ്കിലും പഠിക്കുമായിരിക്കും. പക്ഷെ എനിക്ക് ഒരുപാട് കഴിവ് വേറെയുണ്ട്, വേറെ ആൾക്കാർക്ക് ഇല്ലാത്തതുണ്ട്. നന്നായി തയ്ക്കും. ഞാനൊരു തയ്യൽ ടീച്ചറാണ് കേട്ടോ. പിന്നെ വരയ്ക്കും. നല്ല ഗാർഡനറാണ്. ഇത്ര അധികം കഴിവുണ്ടായിട്ടാണോ? പക്ഷെ ഹസ് നന്നായി ഡാൻസ് ചെയ്യും. അതാണ് പ്രശ്നം. മൂപ്പർ എവിടെയെങ്കിലും പരിപാടിക്ക് പോയാൽ പിടിച്ചു നിൽക്കണ്ടേ. അതുകൊണ്ടാണ് നിങ്ങളെ 2 പേരെ ഇഷ്ടമാണ്. കൃഷി, വർത്തമാനം, പാട്ട്, കോമഡി, പഴയ സിനിമ ഡയലോഗ് ഇതൊക്കെ കേൾക്കാനാണ് ഇഷ്ടം. അടുത്തത് ഉഷ ഷാജി. അജു നന്നായി പ്രാക്ടീസ് ചെയ്യൂ. പാട്ട് നന്നാവട്ടെ. സരിത ഒരു പാട്ട് പാടുമ്പോൾ ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേര് വരും എന്ന പാട്ട്. രവി അറക്കൽ. ഹലോ ഡോക്ടർ ഫാമർ സയന്റിസ്റ്റ്. ട്രൈ ടു ലേൺ ഓട്ടം തുള്ളൽ ഓർ ചാക്യാർ കൂത്ത്. യു വിൽ എക്സൽ ഇൻ ഇറ്റ്. വിഷിംഗ് ഓൾ ദ ബെസ്റ്റ് ടു ദ ലവ്ലി കപ്പിൾ. ശരിയാ, ചാക്യാർ കൂത്ത് അല്ലെങ്കിൽ ഓട്ടം തുള്ളൽ ചേട്ടന് പറ്റും. ഞാൻ പിടിച്ചേ, ചേട്ടൻ ഇടയ്ക്ക് ഇങ്ങനെ പിടിക്കാറുണ്ടല്ലോ. മറ്റേ പറയില്ലേ കുതിരവട്ടം പറയില്ലേ. എന്നെ ഒന്ന് നോക്കിയേ, എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന്. ശരിക്കും അടുത്തത് ഷൈനി ജോയ്. അത് പറയാനുണ്ട് സരിതയെ. ഞാൻ ഇവിടെ ചായ കുടിക്കുന്നത് കാണുന്നില്ലേ? ഓടി തൃശ്ശൂർക്ക് വരാൻ തോന്നും. നമ്മുടെ തൃശ്ശൂരിന്റെ കുത്തിപ്പൊടി വേറെ എവിടെയും കിട്ടില്ല. ഇപ്പൊ ആളുകളൊക്കെ മറ്റുള്ളവരും വെച്ചുടങ്ങി കുത്തിപ്പൊടി. അവിടെ ഉള്ളവരെ നമ്മളും വെച്ചുടങ്ങി. മറ്റുള്ള ജില്ലക്കാരെ ഉണക്കമുളക് ഉണ്ടെങ്കിൽ അതൊന്ന് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ നമുക്ക് കുത്തിപ്പൊടി മുളകായില്ലേ. പിന്നെ നമുക്ക് കൂട്ടാൻ കുത്തി കാച്ചാലോ. ജെസി ടാർസസ്.
കളിയോ തേങ്ങയോ മാങ്ങയോ എന്ത് കണ്ടാലും വേണ്ടില്ല, ദിവസം വീഡിയോ ഇട്ടോണം, അല്ലെങ്കിൽ രണ്ടിനും കൊല്ലും ഞാൻ. അജു ഡാൻസ് പഠിച്ചു കഴിയുമ്പോൾ അജുവിൽ മറ്റൊരു മമ്മൂട്ടിയെ കാണുന്നു ഞാൻ. 10 രൂപയുടെ തൈ മേടിച്ച് 10,000 രൂപയ്ക്ക് വെട്ടുന്ന അജു, എൻ്റെ അജുവേ ഒന്നും പറയാനില്ല. ഇതെല്ലാം പറഞ്ഞ് പാവം എൻ്റെ അജുവിൻ്റെ കയ്യും പൊള്ളി. സാരമില്ല, കൂർക്ക മെഴുക്ക് പുരട്ടിയും വെണ്ടയ്ക്ക പുളിങ്കറിയും കൂട്ടി അടിപൊളി ഊണ് കഴിച്ചു, ഞങ്ങളെ കൊതിപ്പിച്ചില്ലേ. പിന്നെ സരിതയെ കൂർക്ക മെഴുക്ക് പുരട്ടിയും ഞങ്ങൾ പാലക്കാട്ടുകാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. കൂർക്ക മെഴുക്ക് പുരട്ടിയും മീൻ ചുവന്ന കറി, അതാണ് ഞങ്ങളുടെ കോമ്പിനേഷൻ. KA ജോയ് കള്ളിക്കാടൻ, പാഷാണ ഷാജിയെ പോലെ ഒരു വെപ്രാളം അജു, കയ്യും പൊള്ളിച്ചു. കൂർക്ക സ്വന്തമായി നന്നാക്കി അഭിമാനിച്ചാൽ ഇങ്ങനൊരു കുഴപ്പമുണ്ട്. സ്വന്തമായി ഞാൻ നന്നാക്കി ഉണ്ടാക്കിയ കൂട്ടാന്ന് പറഞ്ഞതിന്റെ പിന്നാലെയാണ് പൊള്ളിയത്. തീമല പോയി പിടിച്ചു. അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ഓംലെറ്റ് അതല്ല ചേട്ടാ, ശ്രദ്ധിക്കാണ്ട് പോയി പിടിച്ചിട്ടല്ലേ. ഓംലെറ്റ് വീഡിയോ ഉടൻ പ്രതീക്ഷിപ്പിൻ. അടുത്തത് ശ്രീവിദ്യ പൈ. ഇന്ന് അജു ചേട്ടൻ്റെ ഡാൻസിനെ പറ്റി പറയുമ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് മനസ്സിൽ പറയുമായിരുന്നു, പിന്നെ ഞങ്ങൾ പാവങ്ങളുടെ മമ്മൂട്ടിയാണ് അജു ചേട്ടൻ. പ്രായം തോന്നാത്ത മുഖം, വണ്ണം വയ്ക്കാത്ത ശരീരം, എത്ര ചോറുണ്ടാലും ചാടാത്ത വയറ്, ഡാൻസ് ചെയ്യാൻ വഴങ്ങാത്ത ശരീരവും. കോയിൻസിഡൻസ് പോലെ കമൻറ്റ് ടൈപ്പ് ചെയ്യുമ്പോൾ അജു ചേട്ടൻ്റെ മറവത്തൂർ കനവിലെ മമ്മൂട്ടിയുടെ ഡയലോഗ് പറയലും. ലീന രാധാകൃഷ്ണൻ, സരിതയെ പറ്റാത്ത കാര്യങ്ങൾ ശ്രമിച്ച് പഠിച്ചെടുക്കുന്നതിലാണ് ത്രില്ല്. അവനെ ഡിസ്കറേജ് ചെയ്യല്ലേ. നമുക്ക് കഴിയാത്തത് ഒന്നുമില്ല അജു, ധൈര്യമായി മുന്നോട്ട് പോകൂ. ഞാൻ ആ ഡാൻസിന്റെ ക്ലിപ്പ് എടുത്ത് വെച്ചിട്ടാ കാണിച്ചുതരാം. അജുവിന്റെ സരിതയുടെ കപ്പിൾ ഡാൻസ് കാണാൻ കാത്തിരിക്കുകയാണ്. ഓൾ ദ ബെസ്റ്റ്. ഞാൻ എൻ്റെ പഴയ ഫോണിൽ നിന്ന് ആ ഡാൻസിന്റെ കുറെ വീഡിയോകൾ എടുത്തു. എനിക്ക് ചിരിച്ചിരിച്ച് വയറേനെടുത്തു. ഇനി നിങ്ങളും കുറച്ച് ചിരിക്കും. കാണിച്ചു തരാം, അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. ലൈഫ് ടുഡേ. എൻ്റെ ദൈവമേ, പാവം ജെമിനി ചേച്ചി, അത് ഓർത്ത് കാണാം. ഇത് നേരത്താണോ ഈ അജുവിനോട് കൂട്ടുകൂടാൻ തോന്നിയത്? ഇതിന് വായടക്കില്ലല്ലോ എന്ന്. സരിത എന്തായാലും ഒന്ന് സൂക്ഷിച്ചോ. അനുരഞ്ജ് അനു, അജൂസ് തുറുപ്പുകുലാൻ 2.0. വെറുതെ അല്ല ഡാൻസ് ചേട്ടൻ ഡാൻസ് പകുതി വെച്ച് നിർത്തി പോരുന്നത്. താളവും വഴക്കും ഇല്ലാതെ കളിക്കുമ്പോൾ ചെറിയ കുട്ടികളുടെ കാല് വരുന്ന ചവിട്ടി ഒടിച്ച് കാണും. അജുവേട്ടൻ ഡാൻസ് പഠിക്കാൻ പോയി എന്ന് പറഞ്ഞപ്പോൾ തുറുപ്പുകുലാൻ സീനാണ് ഓർമ്മത്. എന്തായാലും തളരരുത് രാമൻകുട്ടി, തളരരുത്, ഡാൻസ് പഠിക്കൂ. ദുബായ് ഡേയ്സ്. ദുബായിൽ ഇരുന്ന് ഇത് കണ്ട് കൊതി വന്നിട്ട് വയ്യ. ഇങ്ങനെയൊക്കെ കൂട്ടി കഴിച്ചിട്ട് വർഷങ്ങളായി. നാട്ടിൽ പോകുമ്പോൾ കൂർക്ക സീസൺ ഒന്നും ആയില്ല. ചക്കയും കൂർക്കയും എല്ലാം കഴിക്കാൻ കൊതിയാവുന്നു. ചേട്ടാ ചേച്ചി, വെണ്ടയ്ക്ക പുളിയും കൂർക്കയും മാത്രം മതി ഒരു മന്തിയും. ഏതൊരു മന്തി ഇതിൻ്റെ അടുത്ത് എത്തുമോ? ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങളുടെ വീഡിയോയിൽ കമൻ്റ് ഇടുന്നത്. ഇപ്പോൾ തുടർച്ചയായി കാണാറുണ്ട്. 7 കൊല്ലം മുന്നത്തെ വീഡിയോ ഒക്കെ ഇരുന്ന് കാണും. രാത്രി ഇരുന്ന് എനിക്കിഷ്ടമായ കാര്യം മിക്ക വീഡിയോയിലും ആൾക്കാർ ഫേക്കാണ്. പക്ഷെ എനിക്കിഷ്ടമായ കാര്യം മിക്ക ആൾക്കാരും ഫേക്കാണ്. പക്ഷെ നിങ്ങൾ ഒരു ഫുഡ് ഉണ്ടാക്കിയാലും അല്ലെങ്കിൽ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും വന്നപ്പോഴും കല്യാണമെല്ലാം വളരെ സത്യസന്ധമായി പറയുന്നു. ചേച്ചിയും ചേട്ടൻ 2 പേരും അതിന് ബിഗ് സല്യൂട്ട്. പിന്നെ ഞാനൊരു ഗ്രാമീണ ഭംഗിയുള്ള വീഡിയോയിൽ പോയി പറഞ്ഞു, അവരുടെ സംസാരം എല്ലാം ഭയങ്കര ഫേക്കാണ്. ചില ഫുഡൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം കൊള്ളില്ല എന്ന്. എന്നാലും വീട്ടിലുള്ളവരൊക്കെ അത് വായിൽ വെക്കുമ്പോഴേക്കും പറയും ഭയങ്കര ടേസ്റ്റാണെന്ന്. പിന്നെ എപ്പോഴും തള്ള് പൊങ്ങച്ച മാത്രം സ്വയം പൊക്കി പറയൽ. അപ്പം ഞാൻ ചേച്ചിയുടെ അച്ഛൻ വീട്ടിൽ ലിഫ്റ്റും മറ്റും ഉണ്ടാക്കിയ വീഡിയോ ഇതെല്ലാം കണ്ടിട്ട് അതിന് പോലും നിങ്ങളൊരു ക്യാപ്ഷനിൽ ഹൈപ്പ് കൊടുക്കാതെ കണ്ടപ്പോൾ ഒരു എന്താ പറയുക, ഒരു പൊങ്ങച്ചമില്ലാത്ത സത്യസന്ധമായ ബ്ലോഗേഴ്സ്, അവരെ കണ്ടുപഠിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് അവർ പറഞ്ഞു വേണമെങ്കിൽ കണ്ടാൽ മതി, പോയി പണി നോക്കാൻ പറഞ്ഞു. ബ്ലോക്കാക്കി. പിന്നെ മണ്ണിൻ്റെ വീഡിയോ, അത് കാണുമ്പോൾ എനിക്ക് മണ്ണെടുത്ത് തിന്നാൻ തോന്നുന്നു. ആ മണ്ണിൽ വെള്ളമെല്ലാം തട്ടുമ്പോൾ ഉള്ള ഒരു മണം, പ്രവാസി, ഇതെല്ലാം കാണാൻ വല്ലാത്ത ഒരു ഫീലാണ്. പ്രവാസിയുടെ ദുഃഖമാണ്. അതെ, കൂർക്ക ഇപ്പം എപ്പോഴും കിട്ടും കേട്ടോ. കൂർക്ക ഇപ്പോൾ ഒരു സീസണിൽ മാത്രമല്ല കിട്ടുക, ഇപ്പം എല്ലായ്പ്പോഴും കൂർക്കുണ്ട്. ഡാലിയ ദിവാകരൻ, ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്. എവിടെ പോയാലും കൊള്ളാം, നമുക്കും കാണണം. സരിത ഡോണ്ട് അണ്ടർഎസ്റ്റിമേറ്റ് അജു. ഇവിടെ സായിപ്പ് വന്നിട്ട് പിടിച്ചു തന്നു. പിന്നെയാണ് തമിഴ്. വളരെ സിമ്പിൾ കാര്യമല്ലേ? അതെ, വലിയ സിമ്പിളാണ്. തമിഴന്മാരോട് വഴി ചോദിച്ചാൽ എന്താ അവരെയും തല്ലി അടിക്കാവോ ചേട്ടൻ്റെ തമിഴ് കേട്ടിട്ട്? ഇവിടെ പിന്നെ അണ്ണന്മാർ മലയാളം അറിയാം, അത് കാരണം അവർ ചിരിച്ചു നിൽക്കും. ദീപാലാലു, ഞങ്ങൾ എല്ലാ വർഷവും സൂര്യകാന്തി പോകുമ്പോൾ സുന്ദരപാണ്ഡിപുരത്ത് പോയി കാണാറുണ്ട്. സൂപ്പറാണ്. അതിൻ്റെ ഇടയിലൂടെ നടന്ന് നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കാം. കാടൊന്നുമില്ല. ചെങ്കോട്ട വഴി പോയാൽ തിരുമല കോവിലിൽ കയറാം. ഭയങ്കര കാറ്റാണ്. ഞാൻ പോയിട്ടുണ്ട്. നല്ല മനോഹരമായ സ്ഥലമാണ്. പോയിട്ട് വീഡിയോ ഇടൂ. ആ അമ്പലത്തിന്റെ ഉള്ളിൽ മാത്രം എവിടെന്ന് ഈ കാറ്റ് വരണേന്ന് മനസ്സിലായി. അടുത്തത് മുഹമ്മദ് ഹാദി. ഇപ്പൊ രാവിലെ നിങ്ങളുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അടുക്കളപ്പണി എടുക്കാൻ ഒരു മൂഡ് വരൂ. എന്നാ എന്തെങ്കിലും ഒരു വീഡിയോ നമ്മൾ ഇട്ടില്ലെങ്കിൽ അപ്പൊ ആ വീട്ടിലുള്ളവരൊക്കെ പട്ടിണിയാവൂല്ലേ? പ്രസന്ന ഉണ്ണികൃഷ്ണൻ, സരിത പറഞ്ഞത് ശരിയാണ്. കറണ്ട് പോയാൽ നമ്മുടെ വീട്ടിൽ മാത്രമാണോ, നമ്മുടെ ലൈൻ മാത്രമാണോ പോയതെന്ന് നോക്കും. മൊത്തം പോയതാണെങ്കിൽ വരും എന്ന് ആശ്വസിക്കാം.
അതാണ്. ശരിയാ. ആ എലിസബത്ത് ജേക്കബ്, അജു പറഞ്ഞത് വളരെ ശരിയാണ്. സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത് പോകുന്നവർക്കും എല്ലാം ഒരു നാണക്കേടും വിചാരിക്കാതെ സമാധാനത്തോടെ വിഷമങ്ങളും സംശയങ്ങളും ഒക്കെ ചോദിക്കാം. ക്യാഷ് ചെലവും ഇല്ല, ടൈം റെസ്ട്രിക്ഷൻ ഇല്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ്, എപ്പോൾ വേണേലും എയോട് സംസാരിക്കാം. ഒത്തിരി സൂയിസൈഡ്സ് നടക്കുന്നത് അവർ ഒറ്റപ്പെടുന്നുകൊണ്ടാണ്. ഇപ്പോൾ എയോട് സംസാരിച്ചാൽ തന്നെ അത് കുറേ മാനസിക പ്രോബ്ലംസിന് ആശ്വാസം തരും. വളരെ ശരിയാ പറഞ്ഞത്. സ്മിത രാജേഷ്, എൻ്റെ പൊന്നജ്ജു ഏട്ടാ, ഞാൻ ചിരിച്ചു മരിച്ചാൽ അതിന് ഉത്തരവാദി താങ്കളായിരിക്കും. അല്ല പിന്നെ. സിനി ശ്രീ ഈസി കിച്ചൻ, അത് ശരിയാണ്. എൻ്റെ ഇവിടത്തെ മറാത്തി കൂട്ടുകാരി അവളുടെ അമ്മായിയമ്മയുമായി ഉണ്ടാകുന്ന പ്രശ്നം മുഴുവൻ ChatGPTയിലും മെറ്റയോടൊക്കെ സംസാരിക്കും. അവിടെ നിന്ന് അവൾക്ക് എങ്ങനെ റിയാക്ട് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അത് കേട്ട് അവൾ ഇരുന്ന് ചിരിക്കും. ഞാൻ പറയുന്നത് എനിക്ക് പ്രാന്താണെന്ന്. പക്ഷെ അവൾക്ക് അത് ഒരാശ്വാസമാണ്. നല്ല നല്ല ഉപദേശങ്ങൾ കിട്ടും. അതന്നെ, നമ്മളിപ്പോ എന്ത് തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ആശ്വസിപ്പിക്കുക ചെയ്യുക. അത് സാരമില്ല, നിങ്ങളുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും. നിങ്ങളുടെ സ്ഥാനത്ത് ആരായാലും അങ്ങനെ ചെയ്യുള്ളൂ. നിങ്ങളുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ അതൊരു തെറ്റുമില്ല. നിങ്ങൾക്ക് ഇതിൽ നിന്നും നിങ്ങൾ പുറത്ത് കിടക്കണം. പുറത്ത് കിടക്കാനായിട്ട് നിങ്ങൾ ഇന്ന പോലെയൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറയും. നമ്മൾ ചില റീൽസ് കാണാം. ഇയാള് ഭാര്യ പറയാ, ഇന്ന് എനിക്ക് അങ്ങേരിക്കിട്ട് 2 എണ്ണം പൊട്ടിക്കേണ്ടി വന്നു ഭർത്താവിനെ. അപ്പോൾ ChatGPT, ഞാൻ ഇന്ന് ആൾക്ക് 2 എണ്ണം പൊട്ടിച്ചു, ഇങ്ങനെ ഉണ്ടായി അടുക്കളയിൽ, ഞാൻ ഉണ്ടാക്കിയ കറി ടേസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, നിങ്ങളുടെ സ്ഥാനത്ത് ആരെയല്ല അങ്ങനെ പറയും. കഷ്ടപ്പെട്ട് ഉണ്ടാക്കി കൊടുത്തിട്ട് ആള് കുറ്റം പറഞ്ഞിട്ടല്ലേ. അങ്ങനത്തെയൊക്കെ ഓരോ റീൽസ് കാണാൻ നല്ല രസമാണ്. ഷീന ICL, സ്ഥിരം ChatGPTയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവർക്ക് പിന്നെ മനുഷ്യന്മാരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തോന്നില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത്. ശരിയായിരിക്കും. കാരണം ChatGPTയോട് 10 പ്രാവശ്യം ഒരു കാര്യം ചോദിച്ചാൽ അതിന് ദേഷ്യം വരില്ല. പക്ഷെ മനുഷ്യനോട് 2 പ്രാവശ്യം ചോദിച്ചും 3 പ്രാവശ്യം ചോദിക്കും ദേഷ്യം വരും. പിന്നെ എല്ലാ കമ്മ്യൂണിക്കേഷനും മെഷീനോടാവും. അപ്പോൾ ഇന്നത്തെ ദീർഘമായ കമന്റ് വായന നമ്മൾ കഴിച്ചു. ഭൂരിഭാഗം പേരും കണ്ടമാന കമന്റുകളുണ്ട്. അതൊന്നും വായിക്കാൻ പറ്റില്ല. എന്നാലും നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ വായിക്കാം കേട്ടോ. അപ്പോൾ നിർത്താം. അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.